എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി. നല്ല ഫലിതബോധമുള്ള 2 പേരാണ് ഇന്ന് ഈ വേദിയിൽ മത്സരാർത്ഥികളായിട്ട് വരുന്നത്. വരുന്നു സുധീർ പറവൂർ ആൻഡ് രശ്മി അനിൽ. ഹായ് ക്ലിഞ്ഞോ, ഹായ് പ്ലിഞ്ഞോ. അല്ല ഓക്കെ അല്ലേ? നമസ്കാരം. കണ്ടുമുട്ടിയതിൽ സന്തോഷം. നമുക്ക് തുടങ്ങിയാലോ? നിൽക്കൂ. സുധീരെ, ആ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ ശബ്ദമുള്ള തത്തയ്ക്ക് സുഖമാണോ? സുഖമായിട്ടിരിക്കും സാറേ. എങ്ങനെയുണ്ട്? ഏകദേശം നമ്മുടെ ഇവിടെ നിന്ന് ഈ ഫ്ലോറിൽ നിന്ന് തന്നെ പോയത്. എത്ര കൊല്ലമായി ഇപ്പം? ഏകദേശം 9 കൊല്ലത്തോളമായി. 9 കൊല്ലം. ഇപ്പൊ രാജ്യാന്തര തലത്തിൽ പ്രശസ്തമായി ക്ലിഞ്ഞോ പ്ലിഞ്ഞോ. ക്ലിഞ്ഞോ പ്ലിഞ്ഞോ വന്നിട്ട് പറന്ന് എല്ലാ രാജ്യത്തും കറങ്ങി. ഇപ്പോഴും 9 കൊല്ലം മുമ്പ് തുറന്നു വിട്ട തത്തയാണ് ഇപ്പൊ പാറി കളിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഓക്കെ. മാത്രമല്ല ഒരു യൂട്യൂബിലെ ഒരു സംഭവം കണ്ടു, 14 മില്യൺ പ്രേക്ഷകർ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ കണ്ടു കളഞ്ഞു. തീർച്ചയായിട്ടും ആനിമേഷൻ. സുധീരന് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല, ആ കമ്പനിക്ക് ഇത്തിരി ഗുണം ഉണ്ടായി. നമുക്ക് അന്വേഷിച്ച് നടക്കാം ആ കമ്പനി ആരാണെന്നുള്ളത്. നമ്മോട് ചോദിച്ചിട്ടില്ല. ചോദിച്ചില്ല. അനുവാദം എടുത്തോ? അനുവാദം എടുത്തിട്ടില്ല. നഗ്നമായ കോപ്പിറൈറ്റ് വയലേഷൻ. നമുക്കൊന്ന് അന്വേഷിക്കണം. ഇനി ഇത്രയും ആയ സ്ഥിതിക്ക് 1,40,00,000 ആൾക്കാർ കണ്ട കാര്യമല്ലേ. ആ സാധനം ഒന്നുകൂടെ ആലോചിച്ചല്ലേ കാര്യം. അത് കാണാത്ത പ്രേക്ഷകർക്ക് എങ്ങനെയാണ് ക്ലിഞ്ഞോ പ്ലിഞ്ഞോ, എന്തുകൊണ്ട് ക്ലിഞ്ഞോ പ്ലിഞ്ഞോ? അതെ, ഏത് വേദി ചെന്നാലും ആൾക്കാർ അത് ചോദിക്കാറുണ്ട് സാർ. നമ്മൾ കുറെ തവണ കേട്ടതായപ്പോൾ ഈ വേദിയിലും ചോദിക്കുന്നു. നാടോടിക്കാറ്റ് നമ്മുടെ പരിപാടിയിലെ ഉല്ലാസം ദേവീചന്ദന ചെയ്ത പ്രോഗ്രാമായിരുന്നു. ശരിക്കും നമ്മൾ ഈ സ്കൂൾ തലത്തിലൊക്കെ ചെല്ലുമ്പോ ഇപ്പോഴും അതെ, ചില ലളിതഗാന മത്സരത്തിനുള്ള പിള്ളേരെന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ പിള്ളേര് നോർമൽ പാട്ടുകളായിരിക്കും. പക്ഷെ ചില അതിൽ ഇത്തിരി കൂടി കുറെ കൂടുതൽ പഠിച്ച സംഗീത ക്ലാസിക്കലായിട്ട് പഠിച്ചവര് അവർക്കായിരിക്കും ഫസ്റ്റ് കിട്ടുന്നത്. അപ്പൊ അവര് പാടുന്ന വരികൾ ജഡ്ജസിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, ചിലർക്ക് ആ വാക്ക് കിട്ടില്ല. അപ്പൊ അങ്ങനെ പോകുന്നൊരു ലളിതഗാനമാണ് ഞാനത് മനസ്സിൽ കണ്ടിട്ട് അങ്ങനെ റെഡിയാക്കിയത്. സ്വരസുതരാജിത നിലകളെ വിക്രീളിത ശോഷിത സുമിത അഷ്ടസ്ത്രിതാ പ്രിതന്തം ദിഷ്ടത മാത്രയേ നിർമ്മല സ്നേഹത്തിൻ യദുകുല കാമ്പോജി ക്ലിഞ്ഞോ പ്ലിഞ്ഞോ സൗണ്ട്സ് ഉള്ള തത്തേ തത്തമ്മേ തത്തക്കുട്ടി. ഇത് വലിയ ഹിറ്റായി അല്ലേ? ഇത് ഭയങ്കര ഹിറ്റായി. അത് അന്ന് ഈ വൈറൽ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അറിയില്ല. അന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ക്യാമറമാൻ ഒരാൾ വന്ന് പറഞ്ഞോട്, എടോ ഇത് വൈറലായിരിക്കോട്ടെ എന്ന് പറഞ്ഞു. അന്ന് വൈറൽ എന്താണെന്ന് അറിഞ്ഞു വന്നുള്ളൂ. അപ്പൊ പിഷാരടിയാണ് ഇത് ഇറങ്ങി കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ് നിങ്ങളുടെ കോള് വന്നു. എനിക്ക് 1/2 മണിക്കൂർ സംസാരിച്ചു പുള്ളി. അപ്പൊ പുള്ളി പറഞ്ഞു നിങ്ങളുടെ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ ഭയങ്കര വൈറലല്ലേ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് നല്ല ഇതിൽ കയറി പോണ്ട്. ഈ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ എന്തുവാ കൊണ്ടുള്ള അർത്ഥം? എന്തോ ഉദ്ദേശിച്ചത്? ഒരർത്ഥമില്ല ഇതില് ശരിക്കും. അതിനൊരു അർത്ഥമില്ല. പക്ഷേ ഈ ഇത് വരുന്ന ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം കുറെ സംഗീതവുമായി ബന്ധമുള്ള കുറെ പേര് പല രാജ്യങ്ങളിൽ നിന്ന് വരെ വിളിച്ചിട്ടുണ്ട്. സുധീർ ആ പാടിയതിൽ കുറെ അർത്ഥമൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. കാരണം ഈ യദുകുല കാമ്പോജി ഒക്കെ ലളിതഗാനത്തിൽ വരുന്ന വരികളാണ്. ക്ലിഞ്ഞോ പ്ലിഞ്ഞോയുടെ കൂടെ വേറെ 1-2 സാധനം ഹിറ്റ് ആയല്ലോ. പാണംവള്ളത്തി ഒരു മീനല്ലേ ഇത്? അതാ ഇതിൽ തന്നെ ഉള്ളതാണ് സാർ. കേട്ടില്ലല്ലോ പാണംവള്ളത്തി. അത് പാട്ടല്ല, അത് സ്കിറ്റ് പോലെ നമ്മൾ പറഞ്ഞിട്ടാണ് ഇതിലേക്ക്. അതൊന്ന് പറയണം. പാണംവള്ളത്തി ഇപ്പൊ ഒരു മോസ്റ്റ് പോപ്പുലർ മീനാ. അത് അതിന്റെ പേരിൽ ഒരു ബ്രാൻഡ് തുടങ്ങിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തുടങ്ങിയതല്ലേ ചിലപ്പോൾ രക്ഷോട്ട് പോയി. ചെട്ടിയാവത്ത് മാർക്കറ്റിന്റെ പേരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു മീൻ മേടിക്കാൻ ചെന്നപ്പോ അവര് പറഞ്ഞു, ചേട്ടാ ഇപ്പൊ പാണംവള്ളത്തിക്കെല്ലാം മാർക്കറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ചേട്ടനാണ് ഞങ്ങളുടെ അംബാസിഡർ എന്നൊക്കെ പറഞ്ഞു. അത് ഇങ്ങനെ ചോദിക്കുമ്പോ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കി. വീട്ടിൽ അച്ഛനും ഉണ്ട്, അമ്മയും ഉണ്ട്, പിന്നെ മൂത്ത ചേട്ടനുണ്ട്. ചേട്ടൻ 2 കുട്ടികൾ, ഒന്ന് നടക്കുന്നു, ഇഴയുന്നു. ഇഴയാൻ എന്താ പാമ്പാണോ? അല്ല, അവൻ കുഞ്ഞു കൊച്ചു 6 മാസം പ്രായമായിട്ടുള്ളൂ. എന്ത് ചെയ്യുന്നു? സുമേഷ് ജനാർദ്ദൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഫിഷറീസ് വകുപ്പിൽ ജോലി ചെയ്യുന്നു. ഓ, ഫിഷറീസിലാണല്ലേ? ഫിഷറീസിൽ എന്തായിട്ട്? ഫിഷറീസിൽ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് 2 വടിയെടുത്ത് തെക്കേപ്പാടത്ത് പോയിട്ട് വടി വെച്ച് പാണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ വെട്ടിച്ച് വെയിലത്തിട്ടുണ്ടെങ്കിൽ ചെട്ടിയാത്ത് മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ 350 രൂപ രാവിലെ കിട്ടും. ഓ, മീൻ പിടുത്തല്ലേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അച്ഛൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു. ഓ, മർച്ചന്റ് നേവിലാണല്ലേ? ഷിപ്പിൽ എന്തായിട്ട് അച്ഛൻ വർക്ക് ചെയ്യുന്നു? ഷിപ്പിൽ അച്ഛൻ കടലിൽ പോയിട്ട് വടി വെച്ച് പാണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ വെട്ടിച്ച് വെയിലത്തിട്ടുണ്ടെങ്കിൽ പറവൂർ മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ അച്ഛനും കിട്ടും 350. പിന്നെ ചേട്ടൻ ഗൾഫിലാ. ഓ, ഒരാളെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ അച്ഛനും മോനും മീൻ പിടിക്കാൻ പോയി കുഴപ്പമില്ല. ചേട്ടനവിടെ അറബിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു. ആ, അറബിയുടെ കൂടെ വർക്ക് ചെയ്യണല്ലേ? അറബിയുടെ കൂടെ അവിടെ എന്തായിട്ട്? അറബിയുടെ കൂടെ അവിടെ കടലിൽ പോയിട്ട് വടിവെച്ച് പാണം വെള്ളത്തിൽ പിടിച്ച് മണലാരണ്യത്തിലിട്ടുണ്ടെങ്കിൽ ദുബായ് മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ ചേട്ടനും കിട്ടും 350 ദിർഹം. നിർത്തണം അതിന്റെ പാണം വെള്ളത്തിൽ പറഞ്ഞ്. രശ്മിക്ക് ഒരു അവാർഡൊക്കെ കിട്ടിയില്ലയോ? 2 കിട്ടിയോ? 2 കിട്ടിയോ?
ശ്രീനിവാസൻ പറഞ്ഞില്ല ഇത് ഇരുട്ടടി ആയിപ്പോയല്ലോ. ഓക്കെ, അത് എന്നായിരുന്നു അത് ആ സംഭവം, ആ മഹാസംഭവം നടന്നത്? 2019 ജൂറി പരാമർശമായിരുന്നു. 2020 പറഞ്ഞു ജൂറിയുടെ പരാമർശം ഹാസ്യനടി കൊള്ളാം അല്ലേ? അപ്പൊ എനിക്കൊന്ന് സ്കിറ്റിന് ആദ്യമായിട്ടാണ് തോന്നുന്നത്. ആദ്യമായിട്ടായിരുന്നു. എന്തായിരുന്നു കളിച്ച സ്കിറ്റ്? തട്ടുകട ഉദ്ഘാടനം. അതെങ്ങനെയായിരുന്നു തട്ടുകട ഉദ്ഘാടനം? തട്ടുകട ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വരുമ്പോ അവിടെ ഇരിക്കുന്ന ഗസ്റ്റ് നമ്മുടെ കൂടെ വരുന്നു. അപ്പൊ അവരെ കൊണ്ട് നമ്മൾ ഇത് ഓരോന്ന് കഴിപ്പിക്കുന്നു. അപ്പൊ അതിനകത്തൊരു ഗുണ്ട വരുന്നു. അങ്ങനെ ഭയങ്കര രസമായിരുന്നു സാറേ അത്. ആണല്ലേ? അപ്പൊ അതിനകത്ത് ഹിറ്റായ ഡയലോഗ് ഏതായിരുന്നു? അതില് ഹിറ്റായ ഡയലോഗുകൾ അങ്ങനെ ഇല്ലായിരുന്നു. ഹിറ്റായ ഡയലോഗുകൾ കുട്ടച്ചേട്ടന്റെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയുന്നതായിരുന്നു. കുട്ടച്ചേട്ടന്റെ ഫോട്ടോ ഉണ്ടോ എന്നാണ് പറഞ്ഞല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ആൾക്കാർ ചോദിക്കും കുട്ടച്ചേട്ടന്റെ ഫോട്ടോ ഉണ്ടോ? എവിടെ ചെന്നാലും ഞാനൊരു പോസ്റ്റ് ഇട്ട് അതിന്റെ അടി വരുന്ന കമന്റ് അതായിരിക്കും, കുട്ടച്ചേട്ടന്റെ ഫോട്ടോ ഉണ്ടോ. അപ്പൊ ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, കുട്ടച്ചേട്ടന്റെ ഫോട്ടോ ഉണ്ടോ? ഇല്ല. എനിക്കൊന്ന് ഇതേ ശരിക്കും ഒരു മരണ വീട്ടിലല്ലേ ഇത്? കുട്ടച്ചേട്ടന്റെ ഫോട്ടോ ഉണ്ടോ? അപ്പോഴാണ് വളരെ ദുഃഖത്തോടെ സാറേ. അതെന്ന് വെച്ചാലേ ആ സ്ത്രീ കരഞ്ഞു കരഞ്ഞ് തളർന്നിരിക്കുക. അപ്പൊ അവരുടെ സൗണ്ട് വല്ലാതെ വരുമല്ലോ സാറേ, അസ്കിയായി പോവല്ലോ. അങ്ങനെ വന്ന സൗണ്ടാണ്, പക്ഷെ അത് വേറെ രീതിയിലൊക്കെ ആയിപ്പോയി സാറേ. ശരിക്കും കുട്ടൻചേട്ടന്റെ ഫോട്ടോ ഉണ്ടോ? ഇല്ല. ഇന്ന് നിങ്ങൾ വന്നപ്പോഴേ ചില വിശാരദന്മാരും ഇവിടെ ഉണ്ടല്ലോ, അവര് പറഞ്ഞു ഇവിടെ നിങ്ങൾ എന്തോ ഒരു നാടൻ പാട്ടോ എന്തോ ഒരു സംഭവം തയ്യാറാക്കി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു അല്ലേ? നമുക്ക് ആ പാട്ട് ഏതായാലും ക്ലിഞ്ഞോ പ്ലിഞ്ഞോ പോലെ ഹിറ്റ് ആവണം അല്ലേ? അപ്പൊ അത് ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ റെഡിയാക്കിയത് തന്നെ സാറിനെ കുറിച്ചൊരു പാട്ടാണ്. എന്നെ കുറിച്ചാണോ? ഓ, എങ്കിൽ പിന്നെ പ്രശ്നമാവും. ഓക്കെ, അപ്പോ സുധീർ പറൂർ ഒരു ഗാനം ആലപിക്കുന്നു. ശ്രീകണ്ഠൻ സാറേ ക്വസ്റ്റ്യനുകൾ സിമ്പിളായിട്ടായോ, കോടി വാങ്ങിപ്പോകാനായി ഞങ്ങൾ വന്നു നിൽക്കുന്നു മുന്നിൽ. തങ്കം പോലുള്ളൊരു ശ്രീകണ്ഠൻ സാറിൻ്റെ തുള്ളിക്കളി എനിക്കേറെ ഇഷ്ടം, തുള്ളിക്കളി എനിക്കേറെ ഇഷ്ടം. തോറ്റിട്ടും തോറ്റിട്ടും ജയിക്കാതിരിക്കുന്ന PSC രാജുവും ഡോക്ടർ മിറാഷുണ്ട്, റോബോട്ട് കുട്ടട്ടൻ. ഓ ഓ എന്താണ്? ഓക്കെ, അത് ഗംഭീരായി. ഇത് കൂടാതെ സുധീറിന്റെ ഒരു ക്രൂരൻ കാക്കയുടെ പാട്ടുണ്ടല്ലോ, അതേതാണ്? മാനത്ത് പറക്കണ കാക്ക. വരി 4 വരി ഉള്ളത്. അപ്പൊ സാഹചര്യം ഞാനത് വീട്ടിലിരിക്കുമ്പോ ഞാൻ നോക്കുമ്പോ ഒരു കാക്ക മരക്കൊമ്പത്തിരുന്നിട്ട് ഇങ്ങനെ പറന്ന് കൊത്തിടണുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഉള്ളിലൊരു ക്രൂരൻ കാക്കാന്ന് പറഞ്ഞൊരു ഇത് കിട്ടി. പക്ഷെ ഞാനത് പിന്നീട് വിഷാരുടെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് കേശവമാമനായ സമയത്ത് ഇങ്ങനെ ഒരു പാട്ടുകൾ അവിടെ അന്ന് ഒരു സ്കിറ്റ് ചെയ്യാൻ വേണ്ടിയാ വന്നത്. അത് സ്റ്റാൻഡപ്പ് ചെയ്യണവരുടെ കൂടെ ഒരു ചെറിയ എന്തെങ്കിലും ഹ്യൂമർ പറയണമെന്ന് പറഞ്ഞാൽ കയറ്റിയത്. പക്ഷേ ഏതൊരു സ്പോട്ടിലെ ഒരു 4 വരി പാട്ട് ഇങ്ങനെ പാടിയിട്ടിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ല എന്നിട്ട് പിന്നീട് അത് പാരഡികളായിട്ട് മാറി. പിന്നെ പാരഡിയുടെ ഒരു സെറ്റപ്പിലേക്ക് പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയൊരു സംഭവമാണ് ക്രൂരൻ കാക്കാന്ന് പറഞ്ഞ 4 വരി പാടി. മാനത്ത് പറക്കണ്ട കാക്കനെ പിടിച്ചിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കേ ക്രൂരൻ കാക്കേ കൂടവിടെ. മാനത്ത് പറക്കണ കാക്കനെ പിടിച്ചിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കേ ക്രൂരൻ കാക്കേ കൂടവിടെ. അത് സൂപ്പറായി. രശ്മി ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ക്രൂരമായ സംഭവം ചെയ്തു എന്ന് പറഞ്ഞു, ഒരു നാടകം സ്വന്തമായിട്ട് എഴുതിയെന്ന് പറഞ്ഞു. അതെ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴും അങ്ങനെയാണ് സാറേ. നാടകങ്ങളൊക്കെ എഴുതും, എന്നിട്ട് മെയിൻ ക്യാരക്ടർ ഞാനങ്ങ് ചെയ്യും. കൂടുള്ളവരെയൊക്കെ പഠിപ്പിക്കലാ ജോലി. തെറ്റിച്ചു കഴിഞ്ഞാൽ സ്റ്റേജിൽ നിന്ന് തന്നെ വഴക്ക് പറയുന്നത്. ഞാൻ കായംകുളത്താണ് സാർ. അധ്യാപിക ഞാൻ SN വിദ്യാപീഠം എന്നും പറഞ്ഞുകൊണ്ട് കായംകുളത്ത് ഒരു സ്കൂളുണ്ടായിരുന്നു. അവിടെ സ്കൂളുണ്ട്. പഠിപ്പിച്ച കുട്ടികളെ രക്ഷപ്പെട്ടോ? അവരെയൊക്കെ ഒന്ന് അന്വേഷിക്കണം. അവർക്ക് എന്ത് വിഷയം പഠിപ്പിച്ചത്? ഞാൻ മലയാളം ടീച്ചറായിരുന്നു. എന്റെ അമ്മോ, അത് കിടിലമായി. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞിട്ട് അതങ്ങ് വിട്ടോ? KPSC പോയോ? KPSC ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് KPSC പോകുന്നത്. അതെന്തായിരുന്നു പരിപാടി? നാടകം കളിച്ചു. KPSC നാടകമേതായിരുന്നു? തമസായിരുന്നു ആദ്യം ചെയ്ത നാടകം. തമസ്. അതിൽ 2 വേഷമായിരുന്നു, നായികയുടെ വേഷവും പിന്നെ ഒരു ചെറിയ കുട്ടിയായിട്ട് വരുന്നു. 2 ക്യാരക്ടർ ചെയ്യണമായിരുന്നു. കുട്ടിയായിട്ട് പറ്റും അല്ലേ? കുട്ടിയുടെ വോയിസ് എങ്ങനെ ആയിരിക്കും അത്? അല്ല, ആ സമയത്ത് ഞാൻ ചെറിയ കുട്ടിയായിരുന്നല്ലോ സാറേ, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സമയം. പിന്നെ ശബ്ദം മാറി അല്ലേ? അപ്പൊ ഈ സ്കേർട്ടും ഉടുപ്പൊക്കെ ഇടുമ്പോഴത്തേക്ക് ചെറിയ കൊച്ചായിട്ടും തോന്നും. സാരി ഉടുത്ത് കഴിയുമ്പോ അത്യാവശ്യം നല്ല വലിയൊരു പെണ്ണായിട്ടും തോന്നും. അപ്പൊ ഈ 2 വേഷങ്ങളിലും നമ്മൾ കത്തിക്കാളി. അതെ. പിന്നീട് അശ്വമേധവും മുടിയനായ പുത്രനും ഒക്കെ എടുത്തപ്പോ വീണ്ടും ആഗ്രഹം, പഴയ ഭാഷി സാറിന്റെ നാടകങ്ങളൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ വീണ്ടും അവിടെ 1 വർഷം കൂടെ നിന്നു. അശ്വമേധത്തിൽ അഭിനയിച്ചു. ലോകം ഒരു കുറ്റമാണോന്ന് ചോദിച്ചു അല്ലേ? കാര്യം ഷീലാമ്മയല്ലേ സിനിമ ചെയ്തല്ലേ? അതെ അതെ. അനിയത്തിയുടെ ക്യാരക്ടറായിരുന്നു സാറേ ഞാൻ ചെയ്തത്. സരളയുടെ ക്യാരക്ടറായിരുന്നു. സരളയായിരുന്നു. അപ്പൊ എന്റെ കല്യാണത്തിന് ചേച്ചിയെ വിളിക്കാൻ പോകുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു.
ചേച്ചി എൻ്റെ കല്യാണത്തിന് വരണമെന്നൊക്കെ പറഞ്ഞു. അത് എനിക്ക് ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ആ നാടകം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജോൺസൺ മാഷായിരുന്നു നമുക്കന്ന് നാടകത്തിൽ അന്നുണ്ടായിരുന്ന മാഷ്. ഒരുപാട് പ്രായമുള്ള ആളായിരുന്നു ജോൺസൺ മാഷ്, എനിക്കറിയാം. അപ്പൊ ഇങ്ങനെ ജോൺസൺ മാഷ് പറയായിരുന്നു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, നീ പലപ്പോഴും ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് സുലോചനെ ഓർമ്മ വരുന്നു. നീ നന്നായിട്ട് അത് ചെയ്യുന്നുണ്ട്. എനിക്ക് അപ്പൊ സുലോചനമ്മ ഒരിക്കൽ ശബ്ദമാണോ ആംഗ്യ വിക്ഷേപമാണോ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. എന്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു. അതെനിക്കൊരു ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ നാടകത്തിലെ ഒരു ഡയലോഗ് പറഞ്ഞ് ഞാൻ നോക്കട്ടെ, എനിക്ക് സുലേന ചേച്ചി എന്നോട് അങ്ങനൊക്കെ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു നാടകത്തിന്റെ സുലേന ചേച്ചി KPSC കുറെ നാടകങ്ങൾ ചെയ്തല്ലോ. അല്ല, ഞാൻ തമസിലെ ഒരു ഡയലോഗ് പറയാം. അതില് താമസം അവർ ചെയ്തിട്ടുണ്ടോ? ഇല്ല ചെയ്തിട്ടില്ല. എനിക്ക് ഓർമ്മ വരുന്ന വളരെ വികാരവിഷുപ്തമായ ഒരു രംഗത്തിലെ ഒരു ഡയലോഗ് അടിക്കും അല്ലേ? നദു, എല്ലാരും ചോദിക്കുന്നു എന്താ വിശേഷം ആവാത്തേന്ന്, എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാനാ? ഇങ്ങനെ എന്തിനാ നീ വിഷമിക്കുന്നത്? അതൊക്കെ പോട്ടെ നദു, നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിച്ചാലോ? പിന്നെ ഇന്നലെ ഉണ്ടല്ലോ, അങ്ങനെ അങ്ങ് പോകും സാറേ. അല്ല, വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ പിന്നെ വേറെ എന്തെങ്കിലും ആണോ? ഈ സുധീറിന്റെ സ്കൂൾ ജീവിതത്തിലെ 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അതെ സാർ. പക്ഷേ പഠനകാലത്ത് അത് ഒരു വലിയ കഥാപാത്രങ്ങളായി മാറി. എന്തായിരുന്നു സംഭവിച്ചത്? ഞാൻ കൈതാരം സ്കൂളിനാ ഇദ്ദേഹത്തെ പഠിപ്പിക്കാൻ ഭാഗ്യമുണ്ടായത്. പറവൂര് GVHS കൈതാരം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സ്കൂള്. അപ്പൊ അവിടെ പഠിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ 1ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞങ്ങള് 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന നേരം. ഷിറോൺ എന്നാണ് അവന്റെ പേര്. ഷിറോണിന്റെ പേര്. അപ്പൊ അവനും ഞാനോട് കൂട്ടായിട്ട് ഒരു ബെഞ്ചിലിരുന്ന് തുടങ്ങി. സുധീർ ഞങ്ങളുടെ പല സ്കിറ്റിലും ഈ ഷിറോൺ വന്നിട്ടുണ്ട്. ഷിറോൺ ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളിൽ നിന്നൊക്കെ ഞാൻ ഇടയ്ക്ക് കയറ്റി വിടാറുണ്ട്. അവന്റെ പേര് ഇട്ടിരുന്നത്. അപ്പൊ ഇവന് ഞാനിവിടെ 1ൽ തുടങ്ങിയത്. പിന്നെ ഈ ബമിൽ ദത്ത് എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തുണ്ട്. അവനും പിന്നീട് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അവനെ ഏത് ഭാഗത്തുനിന്ന് വന്നെന്ന് ഞങ്ങൾക്ക് അറിയില്ല. 2ൽ വെച്ച 3 ലക്ഷം കയറി പറ്റുള്ളൂ. അപ്പൊ അവനും വന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു പോകുമ്പോ ഞാൻ 4ാം ക്ലാസ്സിൽ തോറ്റി. 4ൽ തോറ്റോടുകൂടി ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ജയിച്ചു കയറി പോയി. 5ലേക്ക് പോയി. അപ്പൊ എനിക്ക് പിന്നെ വിഷമമായി. ഇവര് പോയല്ല എന്നുള്ളതായി. പിന്നെ അവിടെ നിന്ന് കയറി കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചാണ്ട് പോയി. ഈ ഷിറോണ് 6ൽ തോറ്റി. അപ്പൊ ഞാൻ 6ലേക്ക് അവിടെ കിട്ടി. അപ്പോഴും മറ്റവൻ ബമിൽ ദത്ത് പിന്നെ അവിടെ നിന്ന് പോയി. അവൻ 7, 8ലേക്കായി. അപ്പൊ അവൻ 8ൽ തോറ്റി. അപ്പൊ ഞങ്ങള് പഠിച്ച് 8ലെത്തിയപ്പോ അവിടെ ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഒന്നിച്ച് ഞങ്ങള് 9ലേക്ക് കയറി. 9 ചെന്നു. അപ്പൊ 9 ചെന്ന് പിന്നെ ഇപ്പൊ നന്നായിട്ടൊക്കെ പഠിക്കണല്ലോ, പറഞ്ഞ 10ലേക്ക് എത്തണം. അപ്പം ഇനി തോക്കാൻ പാടില്ലെന്നുള്ളായി. പക്ഷെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പഠിച്ചിട്ട്, പക്ഷെ ഈ 9ൽ ഞങ്ങൾ 3 പേരും തോറ്റി. പക്ഷെ ഇത് ഞാൻ അറിഞ്ഞില്ല ആദ്യം. ഞാൻ അറിഞ്ഞത് 9ൽ ഞാൻ തോറ്റെന്നുള്ളതാണ് അറിയണത്. പക്ഷെ ഇവർ രണ്ടുപേരും പോയിട്ടുണ്ടാവുമെന്ന് എന്റെ മനസ്സ് വിഷമിച്ച് നിൽക്കുമ്പോ ഞാൻ നോക്കിയപ്പോ ആരോ പറഞ്ഞ്, എടാ ഷിറോണും ബമിൽ ദത്തും കൂടി തോറ്റിട്ടുണ്ടാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സന്തോഷമായി. തോറ്റേന്റെ ഇതാണ് പോയി. പിന്നെ 9ൽ ഞങ്ങൾ 1 കൊല്ലം കൂടി പഠിച്ച് 10ലേക്ക് പോയി. 10ൽ നമ്മള് വേറെ ഇതൊന്നും കാണിക്കാൻ പാടില്ല, ഉഴപ്പാണ്ട് ഞങ്ങൾ പിന്നെ ട്യൂഷനും കൂടി ചേർന്നു. ആ ട്യൂഷൻ പഠിച്ച് ഞങ്ങൾ 3 പേരും 10ൽ തോറ്റി. നന്നായിട്ട് പഠിച്ചിരുന്നു അല്ലേ? അപ്പൊ പിന്നെ അങ്ങോട്ടുള്ള ഒരുമിച്ചുള്ള യാത്ര. ആ കുട്ടി ഇന്നുകൊണ്ട് ഞങ്ങള് ഉണ്ടല്ലേ? നിങ്ങൾ മിമിക്രിയിലുണ്ടോ? ഇല്ല, അവര് മിമിക്രിയിലില്ല. ഷിറോണ് പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചതിൽ ഇപ്പൊ ഏറ്റവും ടോപ്പിൽ നിൽക്കണ അവനാണ്. പുള്ളി നല്ല ബിസിനസ്സും ഈ വീടുകളിലൊക്കെ പണം കൊടുത്ത് വലിയ ഒരു കോൺട്രാക്ട് സംഭവങ്ങളൊക്കെയാണ് പുള്ളി. എന്റെ വീട് വെച്ചത് പുള്ളിയാണ്. പുള്ളിയുടെ ഇതിലാണ് എന്റെ വീടിന്റെ പണിയൊക്കെ നടന്നത്. അപ്പൊ അവൻ എന്റെ അടുത്ത് ഒരു ദിവസം വീട്ടിലൊന്നുകൊണ്ട് പറയണടാ, നമ്മൾ അന്ന് പഠിക്കാണ്ടിരുന്നത് നന്നായിട്ടാ. അന്ന് പഠിച്ചെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടുകൊണ്ട് നമ്മ ഏതെങ്കിലും സർക്കാർ ജോലി മേടിക്കും. പിന്നെ അവിടെ പോയിരുന്നു വീട്ടിൽ വരാന്നുള്ളതല്ലേ ഉള്ളൂ. ഈ ഒരു നിന്റെ ഈ പരിപാടിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് എന്റെ ഇങ്ങനെയുള്ള പരിപാടി നടക്കൂലായിരുന്നു. ഇത് ലോകത്തിൽ നിന്ന് നൽകുന്ന മഹത്തായ സന്ദേശമാണ്. പരമാവധി ജയിക്കാതിരിക്കുക. ഇത് തോറ്റവർക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, ആത്മവീര്യം. അത് ഭയങ്കരമാണ് സംഭവം. കാര്യം നമ്മൾ തോറ്റവരുടെ കൂടെ എപ്പോഴും. കാര്യം തോറ്റവരെ പഠിക്കുന്നുള്ളൂ, ജയിക്കുന്നവർ പഠിക്കുന്നില്ല. കാര്യം ജയിക്കുന്നവർക്ക് ഒറ്റ ഉത്തരവുള്ളൂ, ഞങ്ങളങ്ങ് ജയിച്ചു പോയി. തോറ്റവർ അങ്ങനെയല്ല. എന്തുകൊണ്ട് തോറ്റു അല്ലേ? കാലങ്ങളായിട്ട് ആലോചിച്ചു പോകും. സുധീർ, അതിനിടയ്ക്ക് ഒരു ഓഡിഷനിൽ എന്തോ പോയല്ലോ ഈ മിമിക്രി കാലഘട്ടത്തിൽ? സാറേ, ഞങ്ങളെ ഒരു 4 സുഹൃത്തുക്കളുണ്ട്. അപ്പൊ കൂട്ടുകാരൻ്റെ അടുത്തോടെ നമുക്ക് ഇന്ന സ്ഥലത്തൊരു ഓഡിഷൻ നടപ്പുണ്ട്, ഒരു കോമഡി പരിപാടി, ഒരു സീരിയലിന്റെ പരിപാടിയാണ്. അപ്പൊ നമുക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ ശരി, ഞാൻ അപ്പൊ നീ പോര് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വലിയ ഇതുണ്ടായില്ല, എങ്കിൽ കൂടി അവരോട് ഞാൻ പോയി. അപ്പൊ എനിക്ക് അത്രക്ക് നമ്മുടെ അടുത്ത് സംഭവങ്ങൾ അധികം ഇല്ല. അപ്പോൾ ഇവരോടെ പോയി. ഞങ്ങൾ 4 പേരോട് പോയി പെരുമ്പാവൂരായിരുന്നു. അവിടെ ചെന്ന് അപ്പോൾ രാവിലെ തൊട്ട് ഞങ്ങൾ ഈ 4 കൂട്ടങ്ങൾ ഇങ്ങനെ നടക്കണം. അവർ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്, അവർ നോക്കി വാച്ച് ചെയ്തൊക്കെ നിൽക്കണ്. കുറേ പേര് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരെ കഴിഞ്ഞ് വന്നു. വൈകുന്നേരമായി, ഞങ്ങളുടെ രാവിലെ പോയിട്ട് വൈകുന്നേരമായി. അപ്പോഴേക്കും ഇവർ 3 പേരെയും കഴിഞ്ഞിറങ്ങി 4ാമത്തെ ഞാൻ അങ്ങോട്ട് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും അവരെന്നെ കൊണ്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ മെയിൻ ഡയറക്ടർ അവിടെ നിന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സുധീറെ, നിങ്ങൾ 4 പേര് വന്നതിൽ
മറ്റേ 3 പേർക്കും ഇല്ലാത്തൊരു സംഭവം തനിക്ക് ഉണ്ടട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് സാറെന്ന് വെച്ചപ്പോൾ തനിക്ക് മാത്രമേ ഈ ചെയ്തതിൽ സഭാകമ്പം ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കവിടെ സന്തോഷമായി, കാരണം എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് നല്ലതാന്ന് കരുതി, കാരണം തനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയും സാറേ സന്തോഷം. അപ്പൊ ഞാൻ ഈ പുറത്തോട്ട് ഇറങ്ങുള്ളൂ. പിന്നെ എനിക്ക് ഇനിയിപ്പോ ഞാൻ എന്റെ ഉറപ്പിച്ചല്ലേ ഇല്ലേ, ഞാൻ പുറത്തിറങ്ങിയിട്ട് എനിക്ക് ഇവരോട് പറയാനും പറ്റില്ല. ഇനി അവർക്ക് സങ്കടമില്ല, അവർക്ക് വേണ്ടി വന്നതാണ്. അവരറിയരുത്. അപ്പൊ ഞാൻ ബസ്സിന് പോകുമ്പോൾ ഞങ്ങള് 2 പേര് ഫ്രണ്ടിലും 2 പേരും ഞങ്ങള് ബാക്കിലായിട്ടിരിക്കുകയാണ്. അപ്പൊ പോകുമ്പോ എനിക്ക് മനസ്സിൽ ഇങ്ങനെ വിങ്ങലുണ്ട്, അവരോട് പറയാണ്ടിരിക്കുന്നതും പകുതി എത്തിയപ്പോ ഞാൻ രാജേഷ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ എന്റെ അടുത്തിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞ രാജേഷ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, വേറെ ഒന്നുമല്ല, എന്നെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്, കാരണം നമ്മൾ 3 പേര് ചെയ്തതിൽ സഭാകമ്പം കൂടുതൽ എനിക്കാണെന്ന് അവർ പറഞ്ഞു. ഇവന്റെ അർത്ഥം അറിയായിരുന്നു. അവൻ എടാ അത് അവനൊരു ചിരിയാണ് ഇരിച്ചത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാടാ, അത് ചമ്മലോടുകൂടി ചെയ്യണ പരിപാടിക്കാണ് ഇങ്ങനെ സഭാകമ്പം എന്ന് പറയണത്. അന്നേരമാണ് ഞാനിത് അറിയണത്. അപ്പോഴെനിക്ക് വീണ്ടും ചമ്മലായത്, അവരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ചെയ്ത് കൂട്ടിയെന്നുള്ളത്. നേരത്തെ സുധീറേ കേശവ മാമൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ചെയ്തു അല്ലേ? അത് ആ മാമന്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു? അത് ഞാനൊരു ബെഡായിക്കാണൽ ചെയ്തിട്ടുണ്ട്. അതും പിന്നെ നമ്മുടെ ക്ലിഞ്ഞോണ് അത്യാവശ്യം ഓടിയേക്കണത്. അപ്പൊ പിഷാരുടെ ഒരു പ്രോഗ്രാം തുടങ്ങാൻ പോയപ്പോ കൊറോണ സമയത്തായിരുന്നു. കൊറോണയിലായി ദുരന്തമൊക്കെ ഉണ്ടായത് അല്ലേ? ഇനി കൊറോണ വന്നപ്പോ അതിന്ന് രക്ഷപ്പാട്ടിലേക്ക് വന്നത് ആ കേശവമാമനാണ്. ശരിക്കും ആ മാമന്റെ പ്രത്യേകത എന്തോ? പ്രത്യേകത ഒന്നും ഉണ്ടായില്ല. ഈ പിഷാരുടെയാണ് ആ പേരിട്ടതും നമ്മളെ കൊണ്ടുവന്ന് അതിലിട്ട് കയറ്റിയത്. അപ്പൊ അത് ആദ്യം ഞാൻ പറഞ്ഞു ഒരു ഡയലോഗ് പ്രസന്റേഷൻ എങ്ങനെയായിരുന്നു? അത് നോർമലാണ് സാർ, ഇത് തന്നെ സൗണ്ട് വേറെ ഇതില്ലോ. നമ്മുടെ കേണലോ എല്ലാ അർത്ഥത്തിലാവോളം നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ നോക്കാം. ഇത് പണ്ട് നമ്മുടെ ഞാനും ജവഹർലാൽ നെഹ്റു ഉണ്ടായ സമയത്ത് നമ്മള് അഭയാർത്ഥികൾക്ക് അക്കരെ കടക്കണം, ഒരു നിവൃത്തിയില്ല, നമ്മ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ജവഹർലാൽ നെഹ്റുവും ലാലാ ലജ്പത് റായും കൈയൊഴിഞ്ഞ് ഞാൻ ഒറ്റക്കായി. അപ്പൊ ആ സമയത്ത് എനിക്ക് അവിടെ കിടന്ന് റോപ്പ് കിട്ടി. അഭയാർത്ഥികൾ അക്കരക്ക് കടത്തണമല്ല, കടലിന്റെ കുറുകെ ഞാൻ ഒരു റോപ്പ് എടുത്തിട്ട് ഇങ്ങനെ കറക്കി അങ്ങോട്ട് എറിഞ്ഞു. എന്നിട്ട് ഈ ഓരോത്തോര അഭയാർത്ഥികളെ മുത്തുമാലയിൽ മുത്തു കോർക്കണോട്ട് ഇങ്ങനെ ഓരോത്തോര തള്ളിത്തള്ളിയോട് വിട്ടുകൊണ്ടിരിക്കുകയാണ് കടലിന് കുറുകെ. അപ്പൊ അവിടെ നിന്ന് ജവഹർലാൽ നെഹ്റുവും ലാലാ ലജ്പത് റായിനോട് ചോദിക്കണേ, എന്റെ പൊന്നിക്കാണല്ലേ നീ എന്ത് തള്ളാടി തള്ളണെന്ന്. അതിനകത്തൊരു വെടിയുണ്ടയുടെ കേസ് ഉണ്ടായിരുന്നല്ലോ. വെടിയുണ്ടായിരുന്നു, അത് കാശ്മീർ താഴ്വരയിലുള്ള. പണ്ട് നമ്മുടെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മുടെ അമിതാഭ് ബച്ചൻ വിളിച്ചൊക്കെയാണ്. അപ്പൊ ഐശ്വര്യ റായും ഞാനുള്ള ഇരിപ്പൊശം വെച്ചിട്ട് എനിക്ക് അമിതാഭ് ബച്ചൻ വിളിച്ചാൽ ചെല്ലാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചെന്നപ്പോ എന്നോട് പറഞ്ഞപ്പോ എന്റെ പൊന്നു കേണല്ലേ ഒരു 6 തീവ്രവാദികൾ കാശ്മീർ താഴ്വരയിൽ ഒരു കുടിലിന്റെ ഉള്ളിലിരിക്കുകയാണ്, പോലീസും പട്ടാളവും ഇടപെട്ടിട്ട് നടക്കാനുള്ള ഓടിക്കാൻ. കിടൽ എങ്ങനെയും വന്ന് അവിടെ തുരത്തണമെന്ന് പറഞ്ഞു. എന്റെ പൊന്നോനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവർ 6 പേര് വിളിച്ചിട്ട് പുറത്തിറങ്ങലും മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ കയ്യിലൊരു തോക്കൊണ്ട് ഒരു ഉണ്ടയുണ്ട്, അവർ 6 പേരുണ്ട്. അവര് 6 പേരുണ്ട് അവര്. അപ്പൊ 6 പേരെ കൊല്ലണമല്ല. അപ്പൊ ഞാൻ ഇവരവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചേ, പൊന്നു നോക്കളെ നിങ്ങളുടെ അച്ഛനും ഇവിടെ വന്നിക്കണ പുറത്തിറങ്ങി വേണം പറയാം. അച്ഛനമ്മയും വിളിച്ച് ചെല്ലാണ്ടിരിക്കാൻ പറ്റൂല. അങ്ങനെ ഇവര് 6 പേരും വരിയായിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരികയാണ്. ഞാൻ ഒലക്കേറിന്റെ ഇടയിൽ കൂടി തോക്കങ്ങോട്ട് എയിം ചെയ്തിട്ടുണ്ടല്ലോ, ഒരൊറ്റ കിൽത്തങ്ങോട്ട് കിൽത്തി. ഈ ഉണ്ടാങ്ങോട്ട് ചെന്നിട്ട് ഈ 6 പേരെയും തുളച്ചിട്ട് 7ാമതിന് ഒരാളുടെ നോക്കി ഉണ്ട നിൽക്കുകയാണ്. അപ്പൊ ഉണ്ട ചമ്മിപ്പോയി മോനെ ഒരാളില്ല. അങ്ങനെ ഈ ഉണ്ട അവിടെ നിന്ന് പോയിട്ട് നമ്മുടെ ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന വീരപ്പനെയും കൊന്നിട്ട്, കർണാടക ബോർഡറിൽ വീരപ്പനെ കൊന്നിട്ട് അവിടെ തന്നെ ഉണ്ട സമാധിയായി എന്നാണ് പിന്നീട് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. സൂപ്പർ കേണല. അപ്പൊ അങ്ങനെ കുറെ കഥകൾ കേണലിന്റെ വെച്ചാല് കേണലിന് പ്രത്യേകിച്ച് ഒരു ലോജിക്ക് വേണ്ട കഥക്ക്. പുള്ളി നോണയാണോ സത്യമാണോ ഒന്നും അറിഞ്ഞില്ല. രശ്മിയുടെ ജീവിതത്തിലെ മറ്റൊരു ഭാഗ്യമുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് ഒരു പയ്യൻ പെണ്ണ് കാണാൻ വന്നു. രശ്മിക്ക് അങ്ങനെ ഭാഗ്യം ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവമുണ്ട്. അത് അയ്യോ സുധീർ അറിയാത്ത കുറെ കാര്യങ്ങൾ രശ്മിയുടെ ജീവിതത്തിലുണ്ട്. സാറേ മലയാളി തന്നെ ആയിരുന്നു. മലയാളിയായിരുന്നു. ഞാൻ വിചാരിച്ച ആഫ്രിക്കനാണ്. അല്ലല്ല, ആഫ്രിക്ക പോയി ജോലി ചെയ്യുന്ന ആളായിരുന്നു. അപ്പം ആളെ കണ്ടപ്പോഴേ എനിക്കെന്തോ പുള്ളിയെ അങ്ങോട്ട് ഇഷ്ടമായില്ല. അത്യാവശ്യം നല്ല വണ്ണമൊക്കെ ഉള്ള അന്ന് വണ്ണമുള്ളവരോട് ദേഷ്യം ഇല്ല, അങ്ങനല്ല സാറേ, എന്തോ നമുക്ക് എന്തോ ഒരു ഇഷ്ടക്കേട് തോന്നി. തൽപരകക്ഷിക്ക് വണ്ണം ഉണ്ടോ? എന്റെ കൂടെ കൂടിയതിന് ശേഷം വണ്ണമായെന്ന് തോന്നുന്നു സാർ. ഇപ്പം പുള്ളിക്കാരൻ വന്നിട്ട് നമുക്കൊരു ചെയറിൽ ഇങ്ങനെ ഇരുന്ന് വീട്ടില്. അപ്പൊ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാണുന്നതിന് മുമ്പാണോ? അതെ അതെ, 7ാമത്തെ ആളാണ് ഇത്. പുള്ളി 7ാമത്തെ ആളാണ്. അപ്പൊ ഇത് ഈ ആഫ്രിക്ക 3ാമത്തെയാന്ന് തോന്നുന്നു. 3ാമത്തെ ആളായിരുന്നു. നേരത്തെ 2 വന്ന കഥാഭാഗ്യന്മാർ എവിടുന്നാ?
അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിയിലെല്ലാം പുള്ളിയെ കാണുമ്പോൾ ഞാൻ ഏട്ടനെ കാണിച്ചു കൊടുക്കും. ദേ ഈ ആള് വന്നതായിരുന്നു, ഈ ആള് വന്നതായിരുന്നു. അയാള് അങ്ങ് തിരിഞ്ഞിരിക്കുമായിരിക്കും അല്ലേ? അല്ലേ? ഓക്കെ ഓക്കെ. പുള്ളി രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. അവരൊക്കെ ലക്കി ഫെലോസ് അല്ലേ? ഓക്കെ. എന്നിട്ട് അപ്പൊ ഈ പുള്ളിക്കാരൻ ഈ കസേര വന്നിരുന്നിട്ട് അച്ഛൻ അങ്ങോട്ട് വന്നപ്പോ പുള്ളി ബഹുമാനം കൊണ്ടൊന്ന് എഴുന്നേറ്റതാ സാറേ. ഈ കസേര പുള്ളിയുടെ ബാക്കില് ഞാനങ്ങ് ചിരി അങ്ങോട്ട് തുടങ്ങിയിട്ട് എനിക്ക് നിർത്താൻ പറ്റില്ല. ഒട്ടിയിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം നല്ല സൈസുള്ള ആളാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇത് തിങ്ങി കസേര കൊണ്ട് പുള്ളി അങ്ങ് എഴുന്നേറ്റ്. ഞാൻ നോക്കുമ്പോ പുള്ളിയുടെ ബാക്കിലൊരു കസേര ഇങ്ങനെ. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു കഴിഞ്ഞപ്പോ പുള്ളി ഇറങ്ങിയിട്ട് ബ്രോക്കർ അടുത്ത് പറഞ്ഞ് കുട്ടിക്ക് പക്വതയില്ല, എനിക്ക് വേണ്ടാന്ന്. അല്ല, ഇത് ആദ്യം കണ്ട് വേറെ ഒരു പെണ്ണ് കാണൽ കേസ് വന്നിട്ടുണ്ടല്ലോ. അന്ന് യഥാർത്ഥത്തില് കൂടെ വന്ന പയ്യന്റെ കൂടെ വന്ന ഡ്രൈവറാന്ന് വിചാരിച്ച് ചായ അവന് കൊണ്ടു കൊടുത്തെന്ന് പറഞ്ഞു. അതെ സാറേ, അത് എന്റെ സ്വന്തം ഭർത്താവിന്. അന്നോ? അനിലേട്ടൻ പെണ്ണ് കാണാൻ വന്നപ്പോഴേ കൂടെ ഡ്രൈവർ ഉണ്ടായിരുന്നു. നല്ല സുന്ദരനൊരു ഡ്രൈവർ സാറേ. ആര് കണ്ടാലും അപ്പം എനിക്ക് തോന്നുന്നു ഇദ്ദേഹം പ്രതീക്ഷിച്ച് കാണും ഡ്രൈവർ ഇത്രയും സൗന്ദര്യമാണെങ്കിൽ ഒറിജിനൽ ആൾ എത്രയായിരിക്കും. അല്ല സാറേ, ഈ ഡ്രൈവർ ചെറുക്കനാന്ന് വിചാരിച്ചാ ഞാൻ നോക്കുന്നേ. ഓ, അവനെ നോക്കുന്നത് മറ്റേ മൈൻഡ് ചെയ്യുന്നില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ഒരാളെ കണ്ടേ നമ്മൾ നോക്കിയല്ലോ. അപ്പൊ ഞാൻ ഡ്രൈവറെ നോക്കി നിൽക്കുന്നു. അപ്പൊ എന്റെ അപ്പച്ചി പുള്ളിയുടെ അമ്മായിയാ. ഞങ്ങള് റിലേഷൻ ഉണ്ട്, പക്ഷെ ഞങ്ങള് പരസ്പരം കണ്ടിട്ടില്ല. അപ്പൊ അപ്പച്ചി എന്റെ നോട്ടമൊക്കെ കണ്ടപ്പോ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഞാൻ ഡ്രൈവറെയാണ് നോക്കുന്നത്. അപ്പൊ അപ്പച്ചി പറഞ്ഞു, മോളെ ഇതാ അനില് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഞാൻ ഇതായിരുന്നു ഈ നോക്കിയ നോട്ടമൊക്കെ വെറുതെ ആയപ്പോ. അപ്പൊ ഡ്രൈവർ അങ്ങ് നാണം കൊണ്ട് അയക്ക് വയ്യ. അപ്പൊ നോക്കിയപ്പോ പുള്ളിയാ എന്നെ ചാക്കു പോട്ടെ സാറേ. കുട്ടികളുണ്ട്? 2 പേര് സാറേ. ആ കുട്ടിയേട്ടൻ എന്തോ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നമസ്കാരം സുധീർ പറവൂർ. നമസ്കാരം കുട്ടേട്ടാ. നമസ്കാരം രശ്മി. നമസ്കാരം. എനിക്ക് ആദ്യത്തെ കാര്യം ചോദിക്കാനുള്ളത് രശ്മിയോടാണ്. എന്നോട് രശ്മിക്ക് 10-ൽ കൂടുതൽ പ്രണയമുണ്ടായിരുന്നു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല, താങ്കളുടെ പ്രണയത്തിന് ആയുസ് വെറും 2 ആഴ്ച മാത്രം. ശരി, തന്നെ ചോദിക്കണോ? ഈ എങ്ങനെ ഇത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. കുട്ടിയുടെ ആരെയും പ്രണയിക്കത്തുമില്ല, നാട്ടിലുള്ള എല്ലാ പ്രണയവും കൂടി മനസ്സിലാക്കുകയും ചെയ്യും. പറഞ്ഞത് ശരിയാ സാറേ. എനിക്ക് ആദ്യം പ്രണയലേഖനം കിട്ടുന്നത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് ഞാൻ ക്ലാസ്സിലെ മോണിറ്റർ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ കോപ്പി ബുക്കൊക്കെ കൊണ്ടുവന്ന് ടീച്ചറിനെ കൊടുക്കണമല്ലോ. ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഈ കോപ്പി ബുക്കിനകത്ത് എനിക്കൊരു കാർഡ് ഉണ്ടല്ലോ, പഴയ പോസ്റ്റ് കാർഡ്, അതിനകത്ത് എനിക്കൊരു ലവ് ലെറ്റർ എഴുതി ഈ കോപ്പി ബുക്കിനകത്ത് വെച്ച്. എന്തോ പറഞ്ഞിരുന്നു അന്ന് എന്റെ സാറ് അക്ഷരം പോലും ക്ലിയർ അല്ല. രശ്മി ഉണ്ടായിരുന്നു അതിനകത്ത്. രശ്മി എന്നുണ്ടായിരുന്നു, ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ടീച്ചർ അവനെ കൊണ്ട് പറയിപ്പിച്ചപ്പോ എനിക്ക് രശ്മി ഒരുപാട് ഇഷ്ടമാണ്. അല്ല, എനിക്ക് രശ്മി ഒരുപാട് ഇഷ്ടമാണ് എന്നാണ് പുള്ളിക്കാരൻ എഴുതാൻ ഉദ്ദേശിച്ചത്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ല, അപ്പൊ അത് പുള്ളി വിചാരിച്ചത് ഞാനത് തുറന്നിട്ടായിരിക്കും ടീച്ചറിന്റെ കൊടുക്കുന്നതെന്ന്. ഞാനത് അങ്ങനെ തന്നെ മടക്കി ടീച്ചറിന്റെ കൊണ്ട് കൊടുത്തു. അപ്പൊ ടീച്ചർ തുറന്നു നോക്കിയപ്പോ അതിനകത്തൊരു ലവ് ലെറ്റർ ഇരിക്കുന്നു. അപ്പൊ ടീച്ചർ ചോദിച്ചത് ടീച്ചർ അതല്ലേ സാറേ, 3 രശ്മിമാരുണ്ടായിരുന്നു ക്ലാസ്സിൽ. രശ്മിയാണ്? രശ്മി കെ, രശ്മി ആർ, രശ്മി എല്ല്. വേറെയുണ്ട്. എല്ലും കെയും വേറെയുണ്ട്. അപ്പൊ പറഞ്ഞ് രശ്മി 6-നാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാനങ്ങ് തകർന്ന് സാറേ. ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്നെ കെട്ടിക്കും. എനിക്കാണെങ്കിൽ ഇവനെ ഇഷ്ടമല്ല, എനിക്ക് ഈ ചെറുക്കനെ വേണ്ടായെന്ന് പറഞ്ഞോണ്ട് ഞാൻ നിന്നങ്ങ് കരഞ്ഞു സാറേ. നമ്പർ 1. പിന്നെ അങ്ങോട്ട് അതൊരു തുടർക്കഥയായിരുന്നു. ക്ലാസ്സിൽ തന്നെയാണോ ഈ ദുരന്തങ്ങൾ ഉണ്ടായത്? അല്ലേ, സ്കൂളിൽ പഠിക്കുമ്പോ പിന്നെ അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ നാടകം എഴുതാനും അതിനൊക്കെയുള്ള സംഭവങ്ങളായിട്ട് അതിന് വലിയ പ്രീ ഡിഗ്രിക്ക് അങ്ങോട്ട് പോയി. MS കോളേജിലായിരുന്നു പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നത്. പ്രീ ഡിഗ്രിക്ക് അങ്ങോട്ട് പോയപ്പോ മുതല് എല്ലാരും വന്നിട്ട് നമുക്ക് എന്തോ ഒരു പ്രത്യേകത പോലെ ആൾക്കാർ വന്ന് നമ്മളോട് ലൈൻ ചോദിക്കുന്നു, നമ്മൾ കൊടുക്കുന്നു. ഞാൻ ആരെയും നിരുത്സാഹപ്പെടുത്തില്ല. നമുക്ക് എപ്പോഴും ഒരു കാരുണ്യമുണ്ട്. ആര് വന്ന് ചോദിച്ചാലും ഞാൻ ആൾക്കാരെ നിരാശപ്പെടുത്തില്ല. അതെ, അവർക്കൊരു വിഷമം ഉണ്ടാവില്ല സാറേ. അപ്പൊ ക്ലാസിന്റെ മുമ്പിൽ ബോർഡുകൾ എഴുതി വെച്ചോ പ്രണയലേഖനങ്ങൾ സ്വാഗതം ചെയ്യും അല്ലേ? പക്ഷെ അത് 2 ആഴ്ചത്തിൽ കൂടുതൽ നിന്നിട്ടില്ല. എല്ലാ പ്രണയത്തിനും 2 ആഴ്ചയുള്ള ആയുസ്. അങ്ങനെ ഇത് കോളേജിൽ പാട്ടായോ? കോളേജ് എല്ലാവർക്കും അറിയാം. പിന്നെ എന്നാലും പിന്നെ ബസ് സ്റ്റോപ്പ് വരെ ഒരാള്, ബസ്സിനകത്ത് കൊണ്ടുവിടാൻ ഒരാള്, അങ്ങോട്ട് നടന്ന് കുറച്ച് ദൂരം ഉണ്ട് സാറേ കോളേജിലേക്ക് പോവാൻ. ഭയങ്കര സൗകര്യ കാര്യം. നമുക്ക് വലിയ സെക്യൂരിറ്റി ആണ്. നമുക്കൊരു 5 പേരുണ്ടെങ്കിൽ 5 പോസ്റ്റർ DVD കൊടുത്താൽ മതി. ഇന്ന പോസ്റ്റ് ഇന്ന പോസ്റ്റ് ഒരാൾ, അതൊരു യാതൊരു പ്രശ്നമാണ്. അടുത്ത പോസ്റ്റ് ആള് കാത്തിരിക്കുമല്ലോ.
ഇതൊക്കെ കേന്ദ്രമന്ത്രിമാർക്ക് മാത്രം കിട്ടുന്ന ഒരു സൗകര്യം. എന്നിട്ടിപ്പോ കല്യാണം കഴിഞ്ഞ ഏട്ടന്റെ അടുത്ത് മുക്കിനാ പറയുന്നത് ഏട്ടാ, അതെന്റെ ലൈനായിരുന്നു. അതെന്റെ ലൈനായിരുന്നു. ഇപ്പൊ എന്താന്നറിയ സാറേ, ഇവരൊക്കെ ഇപ്പോഴും നാട്ടിലുണ്ടോ? കായംകുളത്തുള്ള മുഖ്യ വ്യവസായികളും ഉണ്ടല്ലോ, എല്ലാം എന്റെ ലൈനായിരുന്നു. ഏത് കടയിൽ ചെന്നാലും നമുക്കെല്ലാം ഫ്രീ ആണ് സാറേ. അയ്യോ, ഇത്രയും ഭാഗ്യം ചെയ്തൊരു കെട്ടിയല്ലേ. ഒരു പഞ്ചായത്ത് മുഴുവൻ സ്വന്തമായി കളഞ്ഞല്ലേ. ഇത് പ്രചോദനമാണല്ലേ പുതിയതായിട്ട് വരുന്ന. അല്ലെ, കായംകുളത്ത് MSM കോളേജിലേ എന്റെ ഒരു കൂടെ പഠിച്ച ഒരാളുണ്ട്, ഗോപി സാറ്. ആ സാറിനോട് ഞാൻ ചോദിക്കാം. അല്ല, എല്ലാം ഈ 2 ആഴ്ച ആയോണ്ട് സാറേ എല്ലാവർക്കും അങ്ങനെ അങ്ങ് പോവല്ലോ. സാറ് പറയാം ഞാനും കൂടെ പഠിച്ചിരുന്നു. അതാ എന്റെ പേടി അല്ലേ. ഓക്കെ, എന്തായാലും സൂപ്പർ കഥയാത് അല്ലേ. പക്ഷെ ഇപ്പോഴും വന്ന് പറയുന്നവരുണ്ട് സാറേ. അല്ലിയേട്ട പഠിച്ചിട്ടുണ്ടോ? അല്ലല്ല, വന്നിട്ടില്ല. ഇല്ല, കേട്ടത്തില്ലല്ലോ പുള്ളി. അതാണ് ഉറപ്പല്ലേ. എങ്ങനെ സഹിക്കുന്നു പുള്ളി? എനിക്കറിയത്തില്ല സാറേ. പുള്ളിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ, പറയാവോ? പറയാം. പുള്ളിക്ക് ലൈൻ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ലൈൻ ഉണ്ടായിരുന്നു. അത് തീവ്രമായിരുന്നു സാറേ. തീവ്രം ഒരു 2ാം ക്ലാസ്സിൽ അങ്ങാണ്ട് പഠിക്കുമ്പോ തുടങ്ങിയതാ. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തുടങ്ങി 10ാം ക്ലാസ് വരെ ആ പെണ്ണിനെ മാത്രം. കല്യാണം കഴിഞ്ഞും മനസ്സിലുണ്ടെന്ന് തോന്നി, ഏതോ ഒരു കോണിൽ ആ കൊച്ചുണ്ടോ. അതൊന്നും അങ്ങനെ പെട്ടെന്ന് വിടാനൊന്നും പറ്റില്ല അല്ലേ സുധീരേ? തീർച്ചയായിട്ടും. സുധീരനെ എങ്ങനെ അറിയാത്? സുധീർ വളരെ സീരിയസ് ആയിട്ട് പറയാ. അതങ്ങനെ തന്നെ, അങ്ങനെ മാത്രമല്ല സുധീർ ചരിത്രം ഉണ്ടാക്കി കളഞ്ഞു. ഹർത്താലിന്റെ തലേന്ന് പെൺകുട്ടി അടിച്ചോണ്ട് പോയി. അത് ഈ അടിച്ചോണ്ട് പോകാൻ പറ്റുന്ന അതുപോലെ നല്ല ദിവസമല്ലേ. പിറ്റേ നേരം അന്വേഷിച്ചില്ല, ആ ദിവസം വരില്ല. വന്നാൽ ഹർത്താലേര് തടയും. എങ്ങനെയായിരുന്നു സംഭവം? അല്ല, ഞങ്ങള് അവിടുന്ന് പ്രണയിച്ച് പോന്ന്. അടുത്തടുത്തായിരുന്നു? അല്ല, പുള്ളിക്കാരത്തി കോഴിക്കോടാ, അരീക്കോട്. അവിടെ എയർപോർട്ടിലായിരുന്നു, കരിപ്പൂര് എയർപോർട്ടിലായിരുന്നു. എന്താ പറയാ, എയർപോർട്ടിൽ അവരൊരു ഫാമിലി പ്രോഗ്രാമിന് വേണ്ടി പോയതാ. ഇന്ന് അവരൊരു ബന്ധുവിനെ കണ്ട് അങ്ങനെ പരിചയപ്പെട്ട് ഇങ്ങനെ ഒരു പെൺകുട്ടിയുണ്ടെന്ന് പറഞ്ഞു. അത് ഞാനിവിടെ പെണ്ണ് കണ്ട് കിട്ടാണ്ട് ഇങ്ങനെ നടക്കുന്ന സമയം 5-10 കൂടുതൽ കണ്ടിട്ടുണ്ട്. ബേസിക് പ്രോബ്ലം വരുന്നത് മിമിക്രിക്കാരെന്നുള്ളതാണ്. എനിക്ക് അല്ലാത്ത കുറച്ച് തൊഴിലുണ്ട്, പക്ഷെ എന്നാലും ഈ തൊഴിലുണ്ട് നമ്മൾ ഇത് കുറച്ച് കയറ്റി പറയും. പക്ഷെ മിമിക്രി എന്ന് പറയുമ്പോ അവര് കുഴപ്പമില്ല, കുറച്ച് ചായ കഴിഞ്ഞ് പോരെയാണ്. പിന്നെ അത് പോവേണം അവിടെ നിന്ന്, പിന്നെ ഉണ്ടാവില്ല. പിന്നീട് നമ്മൾ പരിപാടിയിലൂടെ ഒക്കെ ഇങ്ങനെ ഇതായിട്ട് മാറിയല്ല, ശമ്മാമനായി ഇങ്ങനെ ഒരു ഇതിലൊക്കെ ആയി എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം വീടിന്റെ അടുത്ത് ഇതുപോലെ തന്നെ ഒരു പുള്ളിക്കാരൻ പണിക്ക് വന്നായിരുന്നു. പണിക്ക് വന്നപ്പോ ചേച്ചി സുധീരേട്ടന്റെ വീട് ഇവിടെ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അതേ മോനെ കാണുന്ന വീടാണ് സുധീരേട്ടൻ്റെ, അതാണ് അമ്മയാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അമ്മ അതിൽ നടന്നു വരികയാണ്. വന്നപ്പോൾ പുള്ളിക്കാരൻ ചേച്ചി ഇതേ സുധീറിന്റെ വീഡിയോ വെച്ചാന്ന് പറഞ്ഞു. എന്താ പറയുക ചോദിച്ചപ്പോൾ ഇങ്ങനെ ചേച്ചി ഞാനിങ്ങനെ ഇവിടെ പണിക്ക് വന്നാണ്, സുധീരേട്ടൻ എൻ്റെ ഭാര്യനെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടെന്ന്. ദൂരം വിഷമം ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞു. അപ്പൊ അവരിപ്പൊ സമ്മതിക്കണ്ട, പെണ്ണ് മര്യാദ കൊണ്ട് കെട്ടിക്കണ്ട, സമാധാനം കൊടുത്തു കാണത്തില്ല അല്ലേ. അങ്ങനെയായിരിക്കും. അപ്പൊ ഈ ആദ്യത്തെ അടിച്ചുകൊണ്ട് പോയ കേസുണ്ടല്ലോ ഹർത്താലിന്റെ തലേന്ന്, കാര്യം അത് എനിക്ക് തോന്നുന്നത് പല ആൾക്കാരും ഫോളോ ചെയ്യാൻ പറ്റിയ കാര്യമോ അല്ല. അതിങ്ങനെ ഞാൻ ഇവിടെ വണ്ടിയായിട്ട് പോകാൻ കരുതി, പക്ഷെ തലേ ദിവസം നമ്മുടെ സുഹൃത്തുക്കള് വരാനായിട്ട് അവർക്ക് ഒരു ചെറിയൊരു ഇത് എയർപോർട്ടിലാണല്ലോ റിസ്ക്കാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് തലേ ദിവസം അവിടെ പോയി അവിടെ റൂം എടുത്ത് പുള്ളിക്കാരത്തോടെ എയർപോർട്ടിൽ നിന്ന് ഇവിടെ സ്പോട്ടിൽ വന്നു. എന്നിട്ട് ഞങ്ങൾ കോഴിക്കോടിലേക്ക് പിന്നെ ടൗണിൽ ചെന്നിട്ട് അവിടെ നിന്ന് ബസ് കയറിയിട്ടാണ് ലിമിറ്റഡിന് ഞങ്ങൾ കയറി പോകുന്നുണ്ട്. ബസ്സിന് തന്നെ പോകുന്നത്. പിറ്റേ ദിവസം ഹർത്താലിന്റെ അന്ന് അല്ല അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ എയർപോർട്ടിൽ നിന്ന് പുള്ളിക്കാരത്തി ലീവിന് വീട്ടിൽ ചെല്ലുമല്ലോ, ആ സമയം ഇവിടെ പറഞ്ഞിട്ടാണ് പണമൊന്നും ഉണ്ടായില്ല. ഇല്ല, പണമൊന്നും ഇല്ലാണ്ട് തന്നെ വന്നത്. അങ്ങനെ പോകുന്നു. ഇല്ല, ഞാൻ ഇതുവരെ അങ്ങനെ പണത്തിൻ്റെതായ അങ്ങനെ പോന്ന്. പിന്നെ അവിടെ ഒരു അമ്പലത്തില് വന്നിട്ട് താലി കെട്ടി. ഹർത്താലിന്റെ അന്നായിരുന്നു. ഹർത്താലിന്റെ താലി കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് കയറി അന്ന് തന്നെ അവരെ വിളിച്ചു പറഞ്ഞു, അവരെ വീട്ടിലേക്ക് വിളിച്ചു. നീ ഹർത്താലിന് ഞങ്ങൾ എങ്ങനെ വരുവാടാ അല്ലേ, അടി കൊടുക്കണമെങ്കിൽ വരാൻ പറ്റും. ഫസ്റ്റ് അവിടെ നിന്ന് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, വേറെ വിഷയം ഉണ്ടായില്ല. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അവര് ആങ്ങളേക്ക് വന്ന് സോൾവായി. പിന്നെ ഞങ്ങൾ അവിടെ പോയി, അവിടെ അനിയത്ര കല്യാണത്തിന് വീട്ടുകാരൊക്കെ വന്നിച്ചു. സ്നേഹം അല്ലേ, എല്ലാം പക്കയല്ലേ. അതെ, ഇപ്പൊ അവരും മിമിക്രിയൊക്കെ കാണാൻ വരുമായിരിക്കും അല്ലേ. ഇഷ്ടംപോലെ. അവിടെ ഇപ്പൊ ചെല്ലുമ്പോ അവർക്കും കൂടി കാര്യമാണ്. അവിടെ ചെല്ലുമ്പോ എന്നോട് ചോദിക്കും ഇവിടെ എന്താണ് ചോദിക്കും, ഈ ഭാഗത്ത് എന്താ കറങ്ങണമെങ്കിൽ അറിയാത്തവരൊക്കെ ടൗണിലൊക്കെ എത്തുമ്പോ അപ്പച്ചനൂടെ ഒക്കെ കേൾക്കുമ്പോ ചോദിക്കും ഇവിടുന്ന് കല്യാണം കഴിച്ചെന്ന് പറയും. ഇവിടുന്നാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹമാണ് എല്ലാവരും. ഞാൻ ഒരു പഴയ ഒരു പടം ഓർമ്മിപ്പിക്കാൻ വേണ്ടി കാണിച്ചു തരാം. അയ്യോ, ഇതാണോ സുധീർ? ഇതാണ് ഞാൻ. അയ്യോ, ഇതാണ് ഇത് സാറേ ഭയങ്കര കഥയാണിത്. എന്റെ ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള ഒരു ഫോട്ടോ എന്റെ കയ്യിലില്ല, വീട്ടുകാരൊന്നും എടുത്തിട്ടില്ല. അന്ന് ഏത് കല്യാണ വീട്ടിലുണ്ടെങ്കിലും നമുക്ക് സ്റ്റിൽ എടുത്ത് വെക്കണം, നമുക്ക് അന്ന് അതിനുള്ള ഇതില്ല. അപ്പൊ ഈ ഫോട്ടോ എടുക്കണമല്ലോ, എനിക്ക് ഈ ഫോട്ടോ എടുക്കണം, നമ്മുടെ ഫോട്ടോ കാണണം. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ഒരു ഐഡിയ പ്രയോഗിച്ചെന്ന് വെച്ചാൽ അന്നും ക്യാമറയിലോട്ട് വരാനുള്ളൊരു
ഇത് ഞാൻ അന്ന് കാണിച്ചിരുന്നു. അപ്പൊ ഈ ക്യാമറമാൻ എന്തായാലും മണവാട്ടിനും മണവാളിനും എടുക്കാൻ നിൽക്കുമല്ല, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഉണ്ടാവും. അപ്പൊ ഈ സമയത്ത് എന്റെ ഇതെന്ന് വെച്ചാൽ ഏത് പരിചയമില്ലാത്ത സ്ഥലത്താണ് ഇവരുടെ ഇടയ്ക്ക് ഞാൻ കയറിക്കും. ഇതിപ്പോ ബന്ധക്കാരല്ലെങ്കിൽ ഞാനിങ്ങനെ നാട്ടിൻപുറത്തുള്ള എല്ലാ കല്യാണത്തിനും ഒരു ബാക്കിൽ പോയി കയറി പാല് കൊടുക്കാൻ ഇപ്പൊ അകത്ത് പോകില്ല. ഇതിപ്പോ ആ സീനുണ്ട്. ഇപ്പൊ ഇതെന്റെ ചിറ്റട നമ്മുടെ അനിയത്തിനെ കെട്ടിയേക്കണ ഇളയച്ചന്റെ അനിയത്ര കല്യാണമാണത്. അപ്പൊ അവിടെയാണ് ഈ സീൻ. ഇപ്പൊ അപ്പൊ എന്താ വെച്ചാല് ഇവരായിട്ട് ഞങ്ങള് കണക്ഷൻ ആയിട്ടില്ല. കാരണം ചിറ്റട കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചാളായിട്ടുള്ളൂ. അപ്പൊ തന്നെ ഇവിടെ ഒരു കല്യാണം വന്നു. അപ്പൊ അതിന് പോയപ്പോ എന്നെ ഇവർക്ക് അറിയില്ല, വീട്ടുകാർക്ക്. ഞങ്ങൾ ചെന്നൊക്കെയാണ് കല്യാണം കൂടെ. അപ്പൊ ഇവിടെ എന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞ ക്യാമറയിൽ വരാന്നുള്ളതാണ്. അപ്പൊ ഞാനങ്ങനെ വരുന്ന എല്ലാ ഇപ്പൊ ആദ്യം കാണിച്ച ഫോട്ടോയിൽ ഒറ്റക്കുള്ള അത് വലിയ ഗ്രൂപ്പിലേക്കാണ് അത്. കല്യാണത്തിന്റെ ആൽബം വന്നു. ആൽബം വന്നു കഴിഞ്ഞപ്പോ ഫോട്ടോയിൽ മൊത്തം ഞാനുണ്ട്. അപ്പൊ വീട്ടുകാർ ചർച്ച ചെയ്ത് ഈ ചെക്കൻ എവിടെയാണ്, എവിടെ നിന്ന് കയറി ഇങ്ങനെ സ്വന്തക്കാരായിട്ടൊക്കെ എല്ലാവരും ലിസ്റ്റ് എടുത്തപ്പോ ഇങ്ങനെ ഒരാളില്ല. അങ്ങനെ ഇവര് പരാതി നടന്ന് എല്ലാത്തിനും ഫോട്ടോയിൽ ഞാനുണ്ട്, ബന്ധുക്കാർ പോലും ഇല്ല. അങ്ങനെ ഇങ്ങനെ വന്നിട്ട് ചിറ്റെടുത്തിട്ട് ഈ ആൽബം എത്തിയപ്പോ ചിറ്റ പറഞ്ഞ ആ ചേച്ചിയുടെ മോനാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഇവർ അറിയണം. പിന്നെ കുറെ കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഫേസ്ബുക്ക് വഴി എനിക്ക് മെസ്സഞ്ചറിലൊരു ഈ ഫോട്ടോ എനിക്ക് വരെയാണ്. അപ്പൊ എൻ്റെ അടുത്ത് ചെറുപ്പത്തിൽ ഒറ്റ ഫോട്ടോ എൻ്റെ ഇല്ല. അപ്പൊ ഈ ഫോട്ടോ എനിക്ക് അയച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചാൽ ആരാണെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞ് ചേട്ടൻ എൻ്റെ അമ്മയുടെ കല്യാണത്തിന് നിന്ന് എടുത്ത ഫോട്ടോ ആണ്. ഇപ്പൊ നാട്ടിലുള്ള എല്ലാ ആൽബങ്ങളും എടുത്ത് ഇങ്ങനെ ഒരുപാട് ഫോട്ടോ ഉണ്ടാവും. ഈ രശ്മി ഉല്ലാസ് പന്താളത്തിന്റെ കൂടെ സ്റ്റേജ് ഷോയ്ക്ക് പോയിട്ടുണ്ട് അല്ലേ? പോയിട്ടുണ്ട്. ഇവിടെ ഒരു സ്ഥലത്ത് താമസിച്ചെന്തോ ഒരു പ്രോബ്ലം ഉണ്ടായല്ലോ. അതെന്താന്ന് സാറേ, തലേദിവസം നമുക്ക് വേറെ ഷോ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഏട്ടന്റെ പെങ്ങളുടെ വീട് ആലപ്പുഴയാ. അപ്പൊ ഞങ്ങൾ അവിടെ അങ്ങ് താമസിച്ചു. എന്നിട്ട് പറഞ്ഞു ഇനിയിപ്പം അത്താണിയിലല്ല കൂടെ വരുന്നത് ഏട്ടനാണോ എപ്പോഴും? ഞങ്ങൾ രണ്ടുപേരുടെ പോകുന്നത്. ക്ഷമാശീലം വളരെ കൂടും. അപ്പൊ അത്താണിയിലെ ഷോ എന്ന് പറഞ്ഞു. അപ്പം എയർപോർട്ടിനടുത്താണല്ലോ അത്താണി. അപ്പൊ ആലപ്പുഴയിൽ നിന്ന് പോകാൻ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, നമുക്ക് കുഴപ്പമില്ലല്ലോ. കായംകുളം വരെ പോയിട്ട് വരുന്നതിലും നല്ലത് ആലപ്പുഴയിൽ നിന്ന് പോകുന്നതല്ലേ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന്. അപ്പൊ ഒരു 11 മണി 11:30 ആയപ്പോഴത്തേക്ക് ഉല്ലാസനന്റെ വിളി, രശ്മിയേ നീ എവിടാ? ഞാൻ പറഞ്ഞു ഞാൻ ആലപ്പുഴയിലുണ്ട്. ഇറങ്ങിക്കോ. ഞാൻ പറഞ്ഞു എന്തിനാണ് ഇപ്പോഴും ഇറങ്ങുന്നത്? 7 മണിക്കല്ലേ ഷോ, നമ്മളൊരു 3-3:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയാ പോരെ. എടി ഏത് അത്താണിയാന്ന് പറഞ്ഞ തൃശ്ശൂർ അത്താണിയിലാ ഷോ. അയ്യോ 11:00 പറഞ്ഞു. പിന്നെ എല്ലാരും വരാൻ ഒരു സമയം എടുത്ത് 2 മണി 3 മണി എങ്ങാണ്ടായി ഞങ്ങൾ ഇറങ്ങുമ്പോ. ഇറങ്ങി അവിടെ ചെന്നപ്പോഴത്തേക്ക് പാട്ട് പാടിയ ചേട്ടന്റെ തൊണ്ട പൊട്ടിക്കീറി. പുള്ളി പാടി. പിന്നെന്തോ കരകാട്ടോ, പുള്ളി അമ്മങ്കൂടെ ഒക്കെ തലയിൽ വെച്ച് പുള്ളി തകർന്ന്. ഞങ്ങളെ കഴിയുമ്പോ എല്ലാം കൂടെ കണ്ണുരുട്ടി ഇങ്ങനെ നിൽക്കുക, ഇവരിത് എവിടെ പോയി കിടക്കുമായിരുന്നെന്ന്. അവസാനം ഞങ്ങൾ ഓടിക്കേറി മരണവീടും ഒരു ഹോസ്പിറ്റലും 2 സ്കിറ്റ് കളിച്ച്. അപ്പൊ ഗ്യാപ്പൊന്നുമില്ല. ഒരു സ്കിറ്റ് കഴിഞ്ഞ് അപ്പൊ തന്നെ ഡ്രസ്സ് മാറി അടുത്ത സ്കിറ്റും കയറി കളിച്ച് 3-ാമത്തെ സ്കിറ്റ് ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു മതി നിർത്ത്. അവിടെ എന്തോ 9 മണി വരെ എങ്ങാണ്ടേ പറ്റുള്ളൂ, പ്രോഗ്രാം പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിർത്തിയേക്കാൻ പറഞ്ഞു. ഷോ ഇനി മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞ് നിർത്തി. അതൊരു വലിയ സംഭവമായിരുന്നു സാറേ. എന്തോ ചോദിക്കാൻ വന്നു രശ്മി. എന്തോ LED സ്ക്രീനിലേക്ക് നോക്കിയാൽ ഒരു സർപ്രൈസ് വീഡിയോ കാണാൻ സാധിക്കും. ഞാനാ പാടുന്നത്. ഓഹോ മഞ്ഞേ 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 മഞ്ഞേ. അത് കിടിലമായി അല്ലേ? മോഹൻലാലൊക്കെ പൊക്കി എഴുതുകൾ എടുക്കാൻ ശ്രമിച്ചല്ലേ? പാർട്ടി കൂടെ ഉള്ളത് ഹസ്ബൻഡാ ആണോ? ഞാൻ വിചാരിച്ച ആര് ഉരുട്ടിയിട്ടത്. കല്യാണം കഴിഞ്ഞ് അത് ഒന്നുകൂടെ എന്നെ ഓർപ്പിച്ചത് നന്നായി ഇല്ലേ? ഞാൻ ഇനി അതുപോലെ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചു. ഇത് വാൽപ്പാറയില് അത് കൊറോണ ടൈമിലാണ് സാറേ പോകുന്നത്. കൊറോണ സമയത്ത് വാൽപ്പാറയിൽ പോയ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ആരും മാസ്ക് ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മളൊക്കെ മാസ്ക് വെച്ച് ചെല്ലുമ്പോ എന്തോ അന്യഗ്രഹ ജീവി വരുന്ന പോലെ അവര് നോക്കുന്നത്. അവർക്കൊന്നും മാസ്ക് ഒന്നും ആരും ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ പോയെന്ന വഴിക്ക് മഞ്ഞ് കണ്ടപ്പം എല്ലാവരും ഇറങ്ങിയതാ. ഇറങ്ങിയപ്പോ ഞാൻ എന്നാ ഏട്ടനോട് പറഞ്ഞ നമുക്കെന്നാ ഒരു ഡാൻസ് ഒക്കെ കളിക്കാത്ത, മഞ്ഞൊക്കെ വന്നല്ലേ. ഡാൻസറാണോ? പുള്ളി ഡാൻസ് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അല്ല നിങ്ങൾ രണ്ടുകൂടെ ഒരു പാട്ടുണ്ടല്ലോ, പൊൻവീണേ തുടങ്ങുന്ന ആ പാട്ടും വലിയ ഇഷ്ടമാ പ്രേക്ഷകർക്ക് അല്ലേ? അതെ സാർ. മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ, ദൂതും പേറി നീങ്ങും മേഘം, ഹംസങ്ങൾ പാടുന്ന ഗീതം മിനിയും മിനിയും അരുളി, വെൺമതികല ചൂടും അംഗൻവാടികളിൽ മാനിലകളെ നോക്കി കയ്യിൽ കറുമുറയായി പറന്നേറുന്നു
മനം മറിഞ്ഞാടുന്നു. ഹേമന്തം പോലെ നവതീപന്തം പോലെ, ഹേമന്തം പോലെ നവതീപന്തം പോലെ, അറിഞ്ഞാലും അറിഞ്ഞാലും ഹരിതരചിത വനിതേ. ഓക്കെ. പിന്നെ ഞങ്ങൾ ഒന്നിച്ചുള്ളൊരു സമൂഹഗാനമായിരുന്നു. അതേതായിരുന്നു? ഞാൻ തന്നെ എഴുതിയൊരു പാട്ടായിരുന്നു. ഞാൻ തന്നെ എഴുതിയൊരു പാട്ട്. 5 മിനിറ്റ് കൊണ്ട്. കേരള നാടിന്റെ ത്യാഗോജ്വലങ്ങളിൽ തൊടുകുറി അണിയിച്ച ഭാരതമേ, കേരള നാടിന്റെ ത്യാഗോജ്വലങ്ങളിൽ തൊടുകുറി അണിയിച്ച ഭാരതമേ, തുഞ്ചന്റെ തത്തേ തത്തേട തുഞ്ച, തുഞ്ചന്റെ തത്തേ തത്തേട തുഞ്ച, ഒന്നു കൊത്തു തുഞ്ചത്തൊന്നു കൊത്തു, ലലല 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 ലിലി 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 ലി, ലലല 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 ലാലു ലീലാ ലാലു ലീലാ. മാമല നാടേ മാവേലി നാടേ മാറടമാടേ ആടുമാടേ, മാമല നാടേ മാമല നാടേ മാറടമാടേ ആടുമാടേ, തുഞ്ചന്റെ തത്തേ തത്തേട തുഞ്ച, തുഞ്ചന്റെ തത്തേ തത്തേട തുഞ്ച, ഒന്നു കൊത്തു തുഞ്ചത്തൊന്നു കൊത്തു, ലലല 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 ലിലി 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 ലി, ലലല 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 ലാലു ലീലാ ലാലു ലീലാ ലാലു ലീലാ. സൂപ്പർ പാട്ടായിരുന്നു. ഓക്കെ, അത് കൊള്ളാം. അല്ല, സുധീരൻ, രശ്മി, നിങ്ങൾ സ്റ്റേജിലൊക്കെ പോയിട്ട് ഒരുപാട് സ്കിറ്റ് കളിക്കുമല്ലോ. അപ്പൊ നമ്മുടെ പ്രേക്ഷകരെ ഓർപ്പിക്കാൻ വേണ്ടി അവർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും സാരമില്ല, നമുക്ക് ഇവിടെ ഒരു പുതുമയാണ്. അപ്പൊ ഏതാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ആദ്യമായിട്ട് ഒന്നിച്ച സ്കിറ്റ് അല്ലേ? ഫസ്റ്റ് സ്കിറ്റാണ് ഞാൻ ഒന്നിച്ച് ചെയ്യണം. അമ്മയും മോനും. അവസാനത്തെ ഒന്നിപ്പായിരുന്നോ? അല്ലല്ല, അതൊരു വലിയ കഥ, തുടർക്കഥയായില്ലേ? ഒരുപാട് എപ്പിസോഡ് ഞങ്ങൾ ചെയ്തു. പിന്നെ അപ്പൊ അതില് ഫസ്റ്റ് എപ്പിസോഡിലല്ലേ ചെയ്തതില് അമ്മയും മോനുമായിട്ടാണ്. സ്കൂൾ കലോത്സവത്തില് കലാപ്രതിഭ പട്ടം കിട്ടാണ്ട് മോനായിട്ട് വന്നൊരു സംഭവമാണ്. അമ്മ ആ വേഷം കെട്ടിങ്ങ് വരിക മോന് വേണ്ടിട്ട്. മോൻ വേറെ മോണോ ആക്ടിന് മത്സരിക്കാൻ. അമ്മ ഭരതനാട്യം. മോൻ വരാൻ വൈകാതെ കേറി കളിക്കാൻ വേണ്ടിട്ട് അമ്മ റെഡി. അതൊന്ന് കാണാം നമുക്ക്. സാറേ, എന്റെ മോനെന്ന് പറഞ്ഞാലുണ്ട് സാറേ, ഒരുപാട് കഴിവുകളുള്ള ഒരു നല്ല കുട്ടിയാണ് സാറേ. എന്തിലൊക്കെയാണ് കഴിവുള്ളത്? എന്റെ മോൻ എല്ലാത്തിലും. അവൻ ഡാൻസ് കളിക്കും, പാട്ട് പാടും, മോണോ ആക്ട് ചെയ്യും, സമൂഹാനൊക്കെ ഉണ്ടല്ലോ സാറേ. 7 പേര് പാടുന്ന പാട്ടൊക്കെ എന്റെ കുഞ്ഞ് ഒറ്റയ്ക്ക് പാടും സാറേ. ഒറ്റയ്ക്ക് പാടും. അവന്റെ പേരെന്താ? മകന്റെ പേരെന്താ? എന്റെ പേര് കലാഭവൻ ബ്രൂണോ. കലാഭവൻ ബ്രൂണോ? കലാഭവനിൽ പോയിട്ടില്ല സാറേ. പിന്നെന്തായി കലാഭവൻ ബ്രൂണോ ആയത്? അത് ഞാൻ പണ്ട് നമ്മുടെ ബസ് കത്തിക്കുമ്പോഴേ കലാഭവന്റെ വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കൈ കാണിച്ചു. അപ്പൊ അവരെനിക്ക് ലിഫ്റ്റ് ചെയ്യുന്ന ഒരുക്കി അങ്ങനെ കലാഭവന്റെ മുറ്റത്തുനിന്ന് നിന്ന് ഇറക്കി. അന്ന് മുതലേ കലാഭവൻ ബ്രൂണായിട്ട് മാറി. ഇവന് വേറൊരു ഫ്രണ്ട് ഉണ്ട് സാറേ, ക്രീണോ. കലാഭവൻ ക്രീണോ. ഇവർ രണ്ടുപേരുടെ ഒരു ടീം അങ്ങിട്ട് സാറേ, ഒരു ട്രൂപ്പ് ഉണ്ട്. ട്രൂപ്പിന്റെ പേരെന്താ? കലാഭവൻ ബ്രൂണോ ക്രീണോ. എന്റെ പൊന്നെ. പക്ഷെ എന്റെ മോനൊരു കാര്യമുണ്ട് സാറേ, പറഞ്ഞു കൊടുക്കും. അവൻ ഈഗോ വർക്കൗട്ട് ചെയ്യും. ഈ മോന് അവനൊക്കെ കഴിവുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവന് ഈഗോ വർക്കൗട്ട് ചെയ്യും. വർക്കൗട്ട് ആയ പിന്നെ എന്താ സംഭവിക്കും? വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ അപ്പൊ ചവിട്ടി കുടുംബ പാരമ്പര്യമായിട്ട് ഈഗോക്കാരാണോ? അങ്ങനെയില്ല സാറേ. എന്റെ ഭർത്താവിനുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ഒരു ഈഗോ, ഞാൻ ചവിട്ടി പുറത്താക്കി. നന്നായി, അത് തന്നെ വേണം, ഭർത്താവിന് വേണം. സാറേ, ഈ ക്രീണോ ഉണ്ടല്ലോ, ഇവനൊക്കെ കുറച്ച് കഴിവ് കൂടുതലായിരുന്നു. അപ്പൊ ക്രീണോ ചവിട്ടി അങ്ങ് പുറത്താക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് തകർത്തു. ഞാൻ പുറത്താക്കി. സാറേ, ഞാൻ സാറിനോട് പറഞ്ഞു സാറേ, 7 പേര് നിന്ന് പാടേണ്ട പാട്ട് എന്റെ കുഞ്ഞു ഒറ്റയ്ക്ക് നിന്ന് പാടിയിട്ട് അവന് ആരും സമ്മാനം കൊടുത്തില്ല സാറേ. അങ്ങനെ നമുക്കറിയില്ലേ? അങ്ങനെ ഞാൻ ഗ്രൂപ്പ് സോങ്ങിന് ഒറ്റയ്ക്ക് പാടിയിട്ട് പ്രൈസ് ഒന്നുമില്ല. എനിക്ക് സാറേ, 6 പേര് നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു. ഇവ മാത്രമാണ് ഇച്ചിരി മോശം. ദേഷ്യപ്പെടുത്തില്ലേ? അപ്പൊ തന്നെ 6 പേരും ചവിട്ടി പുറത്താക്കി. അവൻ ഒറ്റയ്ക്ക് നിന്ന് പാടി സാറേ. അങ്ങനെ തന്നെ വേണം. എനിക്ക് ആ പാട്ട് ഇപ്പൊ ഒന്ന് കേൾക്കണം. ആമാശയം നേർത്തൊരു ചെറുകുടലിൻ ചാരെ വൻകുടലിൻ മീതെ സൈലന്റായി സ്ഥിതി ചെയ്യുന്നു. നമ്മൾ
തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. ആമാശയം സായന്ത് മോൻ തിന്നോരാപ്പിൾ ലേശം ചീഞ്ഞതായിരുന്നു. തൊണ്ടേന്നിറങ്ങിയൊരാപ്പിളിൽ കീടാണു വാണിരുന്നു. സായന്ത് മോൻ തിന്നോരാപ്പിൾ ലേശം ചീഞ്ഞതായിരുന്നു. തൊണ്ടേന്നിറങ്ങിയൊരാപ്പിളിൽ കീടാണു വാണിരുന്നു. പിത്താശയക്കല്ല് തേങ്ങി ദഹനരസം കൊണ്ടുവാ. രോഗം രോഗം വയറിനുള്ളിൽ കളകളനാദം. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. ആമാശയം. സൂപ്പർ പാട്ടായിരുന്നു. മാത്രമല്ല ശാസ്ത്ര ലോകത്ത് ഇത്രയും നന്നായിട്ട് അനാവരണം ചെയ്ത മറ്റൊരു പാട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. അത് മാത്രമല്ല ഹ്യൂമൻ ഫിസിയോളജി എത്ര നന്നായിട്ടാ എന്നിട്ട് സമ്മാനം കൊടുത്തില്ല സാറേ. ഭയങ്കര മോശമായി. അവന് വേറെ പാട്ടും അറിയാം സാറേ. വേറെ പാട്ട് അറിയാവോ? അത് ഇതുപോലെ സമൂഹഗാനമായിട്ട് പാടിയതാണോ? അല്ല, ഞാനത് സമൂഹമായിട്ട് പാടിയത്. പക്ഷെ അവര് സിനിമ പാട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ 6 പേര് നന്നായിട്ട് പാടുമായിരുന്നു. അവന് ഒറ്റക്കോടി സാറേ. അത് വിടരുത് കേട്ടോ, ഈഗോ വിടരുത്. എന്ത് വന്നാലും വിടരുത്. ജോണിക്ക് വെളുപ്പാങ്കാലം തോട്ടിൻ കരയെത്തേണം. ചുണ്ടത്തൊരു ബീഡി കൊളുത്തി കുറ്റിക്കാട്ടിലിരിക്കണം. സ്മൂത്തായി കാര്യം കാണാൻ പഴം 2 കഴിക്കണം. ഫലം കണ്ടു തുടങ്ങിയിടും. ജോണിക്ക് വെളുപ്പാങ്കാലം തോട്ടിൻ കരയെത്തേണം. ചുണ്ടത്തൊരു ബീഡി കൊളുത്തി കുറ്റിക്കാട്ടിലിരിക്കണം. പാലു വിൽക്കണ സോമന വഴി ചുമ്മാതെ നടക്കുമ്പോൾ കുറ്റിക്കാട്ടിലൊളിച്ചിരിക്കണ ജോണിയെ കണ്ടു. പഞ്ചായത്തിലപേക്ഷ വെച്ചാൽ വീട്ടിലാകാലോ. നോ നോ നോ. പഞ്ചായത്തിലപേക്ഷ വെച്ചാൽ വീട്ടിലാകാലോ. കാറ്റുമൂളണ ഫീലതൊന്നും വീട്ടിലില്ലല്ലോ. തൊട്ടാവാടികളും ചൊറിയൻ തുമ്പകളും. സൂപ്പറായിരുന്നു. പഞ്ചായത്തിലപേക്ഷ വെച്ചാൽ വീട്ടിലാകാലോ. നോ നോ നോ. സൂപ്പർ. ഇതിനൊരു അവാർഡ് തരേണ്ടതാ അല്ലേ? ഓക്കെ. സുധീന് നല്ലൊരു അനുഭവം ഉണ്ടായി. മോനെയും കൊണ്ട് പ്രവേശനോത്സവത്തിന് പോയി സ്കൂളില്. അവിടെ ഗസ്റ്റായി. അത് ഞാൻ പഠിച്ച സ്കൂൾ തന്നെയാണ് സാറേ. ഞാൻ അന്ന് പറഞ്ഞ കഥകളൊക്കെ അപ്പൊ ആ സ്കൂളിൽ മോനെ ചേർക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. ഞാൻ അവിടെ നിന്ന് തോറ്റു പോകുന്ന ആളാണ്. അപ്പൊ മോനെ കൊണ്ട് 9 തോറ്റു, 10 തോറ്റു. അപ്പൊ അവിടെ മോനെ ചേർക്കാൻ വേണ്ടി പോയി 1 ചേർക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനവിടെ വാതിക്ക് വരാം, അവനെ അങ്ങോട്ട് ആക്കി വിടാം, എന്റെ വൈഫിനോട് കൊണ്ടാക്കാൻ പറഞ്ഞു അങ്ങോട്ട്. ഞാൻ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കാന്ന് പറയാം. അപ്പോൾ എനിക്കറിയാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങനെ, ഞാൻ ഇതുവരെ പോയിട്ടില്ല അതിന് ശേഷം അങ്ങോട്ട്. അപ്പോൾ പ്രവേശനോത്സവത്തിന് ചെന്നപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ നടക്കുന്ന ഹൈസ്കൂളിൻ്റെ ഇങ്ങോട്ട് നീങ്ങിയാണ്. ഇത് പിള്ളേരുടെ LKG UKG ഒക്കെ ഇട്ട് ഇപ്പുറത്തോട്ടാണ് മാറിയാണ്. അപ്പോൾ അങ്ങോട്ട് ചേർക്കാനായിട്ട് വേറൊരു ഗേറ്റ് വഴി ഞാൻ ചെന്നിട്ട് ആരും അറിയാണ്ട് കയറി അവിടെ ചെന്നപ്പോഴേക്കും ഏതൊരു ടീച്ചർ എന്നെ കണ്ട അവിടെ നിന്ന്. ടീച്ചർ അതിൽ ഓടണുണ്ട് ഞാൻ നോക്കുമ്പോൾ. അപ്പോൾ എനിക്കുള്ളിൽ കത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഷിമിലി ഞാനെന്ന് പുറത്തേക്ക് കാടി, ഞാൻ അവിടെ മാറിയേക്കാം, ബാക്കി കാര്യങ്ങൾ നടക്കാം. അപ്പോൾ അവിടെ പിള്ളേരെ പരിപാടിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇത് ഇവിടെ നിൽക്ക്, കുഴപ്പമില്ല, വിഷയമൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് നിന്ന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ ഒരു പറ്റം സാറന്മാരും ടീച്ചർമാരൊക്കെ വരികയാണ് എൻ്റെ അടുത്തോട്ട്. അവിടെ ഫംഗ്ഷൻ നടന്നു. ഇവിടെ നമ്മുടെ ഒരു സെലിബ്രേറ്റ് വന്നിട്ട് നമ്മൾ ഇങ്ങനെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വാന്നും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിടുന്ന് കുട്ടി അവിടെ ചെന്ന്. അവിടെ ചെന്നപ്പോൾ മെയിൻ ഗസ്റ്റായി ഞാൻ. പിന്നെ ഞാൻ അവിടെ ഇരിക്കണ എല്ലാ ഒരു മക്കളെ പിള്ളേരൊക്കെ വന്ന് കൂടി. പിന്നെ എൻ്റെ ഒരു അരമണിക്കൂർ പരിപാടികളും കാര്യങ്ങളും വന്ന നമ്മുടെ സ്കൂൾ അല്ല, കാരണം നമ്മുടെ സ്കൂൾ എനിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു വലിയ പ്രസംഗം നീണ്ട് ബാക്കിയുള്ളവർക്കൊന്നും പറയാൻ കിട്ടിയില്ല. വിളിച്ചവരൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ച് മാറി ഇതായിപ്പോയി. ഏറ്റവും വിഷമിപ്പിച്ച എന്തെങ്കിലും സംഭവം ഉണ്ടോ ജീവിതത്തില്? വിഷമിപ്പിച്ചതുകൊണ്ട് സന്തോഷിപ്പിച്ചതുകൊണ്ട് സാറേ.
ആദ്യം സന്തോഷിപ്പിച്ച് പറയാം. സന്തോഷിപ്പിച്ച് ഞാൻ അബുദാബിയിൽ ഒരു ഷോയ്ക്ക് പോയപ്പം ഒരമ്മ കുറെ നേരം കൂടി ഇങ്ങനെ ഗ്രീൻ റൂമിൽ ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് അവർ തിരിച്ചു പോകും. പിന്നെ ആരും അവിടെ ഇല്ലാന്ന് കണ്ടപ്പം എൻ്റെ അടുത്തോട്ട് വേഗം വന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു മോതിരം വെച്ച് എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞ്, ഞാൻ പലതവണ മരണത്തിലേക്ക് പോയ സമയത്തെല്ലാം മോളുടെ സ്കിറ്റ് കണ്ടിട്ട് കുറേ ചിരിച്ചു കഴിയുമ്പം എൻ്റെ തീരുമാനങ്ങൾ ഞാൻ മാറ്റിക്കൊണ്ടിരുന്ന് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് നീയാ, ഇത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ തന്നിട്ട് പോയി. എനിക്ക് ആ പാടെ പേടിയായിപ്പോയി. ഇത് ഇനി അവർ ചോദിച്ചു വരുമോ, ഇനി ഞാനെടുത്ത് ഇനി അവർക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണോ, എനിക്ക് മൊത്തത്തിൽ എനിക്ക് പേടിയായി. അപ്പം ഞാൻ നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളോടൊക്കെ പറഞ്ഞു, ഇതുപോലെ ഒരു അമ്മ എനിക്ക് ഇത് കൊണ്ട് തന്നിട്ട് പോയി, ഞാൻ എന്താ ചെയ്യും, ഞാൻ തിരിച്ചു കൊടുക്കട്ടെ, അല്ലെങ്കിൽ ആ പ്രോഗ്രാം നടത്തി അവരുടെ ഇത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും ചെയ്യണ്ടാവും, വരുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തരും, അതിപ്പോൾ നമ്മൾ അത് സന്തോഷത്തോടെ മേടിക്കുക. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ വിഷമിപ്പിച്ച കാര്യം, ഇതുപോലെ ഒരു കല്യാണത്തിന് പോയപ്പം അവിടെ നമ്മുടെ ബന്ധുക്കൾ തന്നെ, അപ്പോൾ അവരിങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഹസ്ബൻഡിൻ്റെ അടുത്ത് വൈഫ് വിളിച്ചു പറയാ, ചേട്ടാ ദേ ആ നിൽക്കുന്ന ആരാന്നറിയോ, നമ്മുടെ എന്തോ ഒരു കൊച്ചിൻ്റെ പേര് പറഞ്ഞു, അവളെ കൊന്ന ആളാ നിൽക്കുന്നതെന്ന്. ഞാൻ പെട്ടെന്ന് ഞാൻ ഇതെന്താ ഇങ്ങനെ പറയുന്നത്, എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ആ കുട്ടി എന്തോ ഡോക്ടർ എന്തോ ആയിരുന്നു. അപ്പോൾ അത് സ്കിറ്റ് കണ്ടുകൊണ്ടിരുന്ന് ഫുഡ് കഴിച്ച് സ്കിറ്റും കണ്ടുകൊണ്ടിരുന്നിട്ട് കഴിച്ചുകൊണ്ടിരുന്ന് നിറകെ കയറി അത് മരിച്ചു പോയെന്ന്. സ്കിറ്റ് കണ്ടോണ്ടിരുന്നപ്പോഴാണത് ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് അങ്ങനെ. അപ്പൊ അതെനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അവര് പറഞ്ഞതും കൂടെ അങ്ങനെ ആയിപ്പോയി, അതിനെ കൊന്ന ആളാണ് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ നമ്മൾ ചെയ്ത ഒരു കാര്യം. അല്ലെ, രശ്മിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ബെഡ്റൂമിലും പാതിരാത്രിക്കല്ല ചിരി കേൾക്കാം. രശ്മിയുടെ സ്കിറ്റ് ചെയ്തിട്ട് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞല്ലേ. അപ്പൊ എന്തായാലും അതും സൂക്ഷിച്ചു വെച്ചു. അപ്പൊ കുടുംബകാലം ഉണ്ടാക്കുന്ന ആളാണ് രശ്മി. പറയൂ കുട്ടേട്ടാ. സുധീർ പറവൂർ അങ്കിളോട് ഒരു കാര്യം കുട്ടേട്ടന് ചോദിക്കാനുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് അങ്കിൾ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് പോയ സമയത്ത് താങ്കളെയും കൂട്ടരെയും ഒരു വീട്ടിൽ പൂട്ടിയിട്ടു എന്ന് കുട്ടേട്ടൻ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ? സംഭവം ഉണ്ടായിട്ടുണ്ട്. പൂട്ടിയിട്ടോ? എന്താണ്, നമുക്ക് കുറച്ച് ഓവർ കോൺഫിഡന്റ് ആയിട്ട് പോയതാണ് ഞങ്ങള്. അന്ന് ഞങ്ങള് ബിജുക്കുട്ടൻ, രാജേഷ് പറവൂര്, അങ്ങനെ ഒരു വലിയ ടീമാണ്. അപ്പോൾ ഒരു 8 പേരായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകണം, ഒന്നിച്ചാ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചത് 8 പേരുടെ ഷോ ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകണം. അപ്പോൾ അന്ന് ഞങ്ങൾ പൂന റഹീം എന്ന് പറഞ്ഞൊരു ഏജന്റ് ഉണ്ട്, പുള്ളിയുടെ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ജീപ്പിനാണ് എല്ലാവരെയും കൊണ്ടുപോകണം പ്രോഗ്രാം സ്ഥലത്ത്. അപ്പോൾ ഗാനമേളക്കാർ വന്നേക്ക് മുമ്പ് നമ്മുടെ പരിപാടിയിട്ട് ഫില്ല് ചെയ്യുന്ന പരിപാടിയാണത്. അപ്പോൾ പാലക്കാട് ഒരു പാടത്താണ് പ്രോഗ്രാം. അപ്പോൾ ഞങ്ങളൊന്നിച്ച് ഇങ്ങനെ പോയി അവിടെ ചെന്നപ്പോഴേക്കും അവർ തൃശ്ശൂർ എത്തിയ ഏജൻസിയുടെ അടുത്ത് കണ്ടപ്പോൾ പുള്ളി പറഞ്ഞ്, അതിന് നിങ്ങൾ 4 പേര് വെച്ചിട്ട് പിരിഞ്ഞിട്ട് 4 പേര് വെച്ച് ഓരോ സ്ഥലത്തോട്ട് കൊടുക്കണം. ബിജുക്കുട്ടൻ്റെ മെയിൻ ടീമൊക്കെ വേറെ, ഞങ്ങള് മുറിയാത്ത കുറച്ച് ടീമൊക്കെ, അതായത് കോമ്പിനേഷൻ അല്ല. അപ്പൊ ഞങ്ങളുടെ ഒരു അനിക്കുട്ടൻ ചേട്ടൻ എന്ന് പറഞ്ഞൊരു ഒരാളുണ്ട്. ആ പുള്ളി പറഞ്ഞ്, നിങ്ങൾ പേടിക്കും, ഞാനുണ്ട്, ഞാനെല്ലാം ലീഡ് ചെയ്യാൻ ചെയ്തോളാം, സപ്പോർട്ട് വെറുതെ നിന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് അത്ര പോരാ, കാരണം പുള്ളിയുടെ ഇത് ഞാൻ അത്ര കണ്ടിട്ടില്ല. അപ്പൊ ഞാനും ജോസി ചേട്ടൻ മരിച്ചുപോയി, ജോസ് പ്രകാശിന്റെ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പൊ ജോസി ചേട്ടനുണ്ട്, വേറൊരു രാജേഷും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. ജീപ്പിൽ കൊണ്ടുപോകണേ ഞങ്ങളാ. അപ്പോൾ അവിടെ നിന്ന് ഗാനമേളക്കാരുടെ വണ്ടിക്ക് തിരിച്ചു പോകണേ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന്. ജീപ്പിനെ അവിടെ കൊണ്ടൊരു പാടത്തിറക്കിയപ്പോൾ സ്റ്റേജിൽ നിറച്ച് ട്യൂബ് ലൈറ്റ് വെച്ചിട്ടിരിക്കണം, മുകളിലും താഴേക്ക നിറച്ച് ട്യൂബ് ലൈറ്റ്. അപ്പോൾ വലിയ വണ്ടുകളും പ്രാണിയൊക്കെ പറക്കണം, വാ വിളിക്കാൻ പറ്റില്ല, വാഴയിലോട്ട് കയറും. അത് ഞങ്ങൾ മിമിക്രി കളിക്കാൻ, മിമിക്സ് പരേഡിന് വേണ്ടി ആ പൈസ നേരത്തെ തന്നു. അന്ന് 2500 രൂപ. അപ്പോൾ 500 രൂപ വെച്ച് ഞങ്ങൾക്ക് 500 രൂപ ഏജന്റിനും കൊടുക്കണം. അത് പൈസയൊക്കെ നേരത്തെ കൊണ്ട് തന്നു. ഞങ്ങൾ 4 പേരും കയറി. അപ്പോൾ കുറച്ചൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഡോക്ടറും രോഗിയാണ് ഫസ്റ്റ് ഐറ്റം. അപ്പോൾ ഈ അനിക്കുട്ടൻ ചേട്ടൻ എല്ലാം അനിക്കുട്ടൻ ചേട്ടനാണ്, പുള്ളിയാണ് ലീഡ് ചെയ്യണത്. പുള്ളി ഉറപ്പിച്ച്, ഞാൻ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ അറ്റം വരെ ഞാൻ കൊണ്ടുപോകും. മമ്മൂട്ടിയൊക്കെ ആയിട്ട് പുള്ളി വരും, ഫിഗറിലും പുള്ളി ചെയ്യുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞിട്ട് പുള്ളി ഡോക്ടറായിട്ടിരുന്നു മൈക്ക് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെക്കാനല്ല, ഇങ്ങനെ ചരിച്ചിങ്ങനെ വെക്കും. അടുത്ത ആളെ വിളിക്കൂ എന്ന് പറയുമ്പോഴേക്കും രോഗി കയറി വരികയാണ്. ജോസി ചേട്ടൻ രോഗിയായിട്ട് വരുമ്പോൾ ഈ വിളിക്കുമെന്ന് പറഞ്ഞ ഉടനെ ഈ മൈക്ക് ലൂസായിട്ട് നേരെ വന്ന് പുള്ള മൂക്കിലിടിച്ചിട്ട് പുള്ള കൺട്രോളോട്ട് ഇങ്ങനെ കരയലും എന്ത് മൈക്കൊക്കെ ഇങ്ങനെ വെച്ചൊക്കെയാണ്. അപ്പൊ ജോസി ചേട്ടൻ വന്നിട്ട് രോഗിയായിട്ട് വന്നിട്ട്, സാർ നമസ്കാരം സാർ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞിട്ട് ഇങ്ങനെ നീറേന്ന് വിളിക്കും. പറഞ്ഞിട്ട് മൈക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പറഞ്ഞ് രോഗിയാണ് സാർ എന്നാ പറഞ്ഞിട്ടും പുള്ളി മൈൻഡ് ചെയ്യണില്ല. അങ്ങനെ അങ്ങനെ അവിടെ കൂക്കുവിളിയും പ്രശ്നങ്ങളുമായി. പിന്നെ ഈ ചെയ്യേണ്ട മമ്മൂട്ടറ, അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ചിത്രഗീതമാണ്. മമ്മൂട്ടറ ഇത് സ്നേഹത്തിൻ പൂഞ്ചോല എന്ന് പറഞ്ഞ് മോനെ തോളത്തിട്ട് വന്ന സീനാണ്. അപ്പോൾ രാജേഷ് എന്ന് പറയുമ്പോൾ വലിയൊരു ശരീരമുള്ളവനാണ്. അവന് ജോസ് ചേട്ടൻ മെലിഞ്ഞിരിക്കണം. അപ്പോൾ പുള്ളിയാണ് അത്യാവശ്യം കൊണ്ടുപോകണ, ഇയാൾ കൊണ്ടുപോകേണ്ടത്. ഇയാൾ പിന്നെ സ്റ്റേജിൽ വന്നില്ല, അനുചേട്ടൻ.
അങ്ങനെ ജോസി ചേട്ടൻ ഈ റെക്കോർഡൊക്കെ ഇട്ടിട്ട് മമ്മൂട്ടിയായിട്ട് പുള്ളി വന്ന് കളിച്ച് അതിനും കൂക്കുവിളിയും പ്രശ്നമായി. എല്ലാവരും വന്നിട്ട് പറഞ്ഞു കമ്പനിക്കാരൻ ഞങ്ങൾ പൈസ ഇങ്ങോട്ട് തന്നേന്ന് പറഞ്ഞു. പൈസ നിങ്ങളാ ഏജന്റ് വരാണ്ട് വിടൂലെന്നൊക്കെ പറഞ്ഞു. അയാൾ വരട്ടെ, അയാൾ വന്നിട്ട് സമാനം പറഞ്ഞിട്ട് പോയാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് പണിയാണ് ചേട്ടാ കാണിച്ചത്, ചേട്ടൻ എന്താ പറ്റിയെന്ന് വെച്ചാൽ പറഞ്ഞു മയക്ക് മൂത്തിടിച്ചപ്പോൾ എൻ്റെ മൂഡ് പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. മെയിൻ കളിക്കുന്ന ആള് പോയി, ഞങ്ങൾക്ക് പിന്നെ ഒന്നും ഇത് ചെയ്യാനായിട്ട്. ഗാനവിളക്കാർ വന്നിട്ടുമില്ല. അവർ പൂട്ടിയിട്ടത് അങ്ങനെ കൊണ്ടുപോയി നേരെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ പൂട്ടിയിട്ടൊക്കെയാണ് ഞങ്ങളെ. ഒരു തറവാട് നല്ലൊരു 4 കെട്ട് ഒരു തറവാടിനോട് അങ്ങനെ കാശ് വാങ്ങിച്ചു, അത് മേടിച്ചെടുത്ത്. അപ്പൊ ഇനി കാശ് ഞങ്ങൾക്ക് പ്രശ്നമില്ല, തിരിച്ച് വീട്ടിലോട്ട് വന്നതാണ്. ഇവര് ഗാനമേളക്കാർ ഒന്ന് പാട്ട് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു പോകണമെങ്കിൽ. അങ്ങനെ ആ വീട്ടിൽ ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളെ ഏൽപ്പിച്ചിരുന്നു, ഞങ്ങൾ എന്നെ മൂത്രമൊഴിക്കാൻ പുറത്തുണ്ടെങ്കിലൊക്കെ അയാൾ തുറന്നു വരും. അപ്പൊ ഗാനമേളക്കാരൊന്നും ഞങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഗാനമേളക്കാരാ ഇവന്മാരാണ് സംഭവം ചെയ്ത്. ഇവരെ അങ്ങ് വിടില്ല, ഞങ്ങൾക്ക് ഇതിന് സമാനമായിട്ടേ വിടുള്ളൂ. നേരം വെളുത്തിട്ട് അവരോട് വരണം ഇവരെ ചെയ്ത് ഇങ്ങനെ ഇതാക്കി നിർത്തിയൊക്കെയാണ്. ഇത് സമ്മതിക്കില്ല അതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഗാനമേള കഴിഞ്ഞ് പ്രശ്നങ്ങളൊക്കെ അവർ സംസാരിച്ച് ചേട്ടാ അവരെ വിടണം പറഞ്ഞിട്ട് ഒന്നുമില്ല, വെറുതെ പിടിച്ചു വെച്ച് ഇങ്ങനെ കുറെ നേരം ഇത് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് മനപ്രയാസമായി. പിന്നെ അതുമല്ല മനപ്രയാസം, ഇത് കഴിഞ്ഞ് വണ്ടിയിൽ വന്ന് ബാക്കിൽ ഇങ്ങനെ ഇരിക്കല്ലേ, ഇവരെ വണ്ടിക്ക് കൊണ്ട് പോരാൻ. പിന്നെ ഇവരുടെ ഉപദേശങ്ങളാണ് ഇവര് ഗാനമേളക്കാർ. ഇതൊക്കെ സർവ്വത അസാധാരണം, ഇതൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ ഇങ്ങനെ ഓരോന്ന്. ഇത് വീട് വരെ ഇത് തന്നെ ഇറക്കി കൊണ്ടു തരാം. പിന്നെ അതിന് ഇറങ്ങിയിട്ട് റാംജിറാവിലെ കൂട്ട് തള്ളി പുറത്തേക്ക് ഇറങ്ങി ഞങ്ങള് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കിനി ചോദ്യത്തിലേക്ക് കടന്നാലോ? കടക്കാം. അപ്പൊ നമുക്ക് 1 കോടി മത്സരം ആരംഭിക്കുന്നു. ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഒരു കാര്യം പറയുന്നത് 3 സഹായ പദ്ധതികളുണ്ട്, 3 ഹെൽപ്പ് ലൈൻ. ഒന്ന് നമ്മുടെ കുട്ടേട്ടൻ, ഒന്ന് നമ്മുടെ PSC രാജു, ഒന്ന് ഡോക്ടർ രസലയകുമാർ, അപകടകാരിയ. പക്ഷെ ഇവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രമാത്രം രസവും ലയവും കുമാരനുമാണ് ആളെന്നുള്ളത്. ഓക്കെ ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 10,000 രൂപയുടെ ചോദ്യം. പട്ടാപ്പകൽ ചെയ്യാൻ പറ്റാത്ത ജോലി എന്താണ്? കിട്ടിയോ? ആ, ഏതാ കിട്ടിയേ? മോഷണം. ഉറപ്പാണോ? ആയിരിക്കുമല്ലോ. സ്കിറ്റ് കളിക്കുന്നതായിരുന്നു എളുപ്പം അല്ലേ? പട്ടാപ്പകൽ ചെയ്യാൻ പറ്റാത്തത് നൈറ്റ് ഡ്യൂട്ടിയാണോ? ആ, പിന്നെ നൈറ്റ് ഡ്യൂട്ടി എന്തായാലും പകൽ ചെയ്യാൻ പറ്റും. ഭയങ്കര ബുദ്ധിയാണല്ലേ ആർക്ക്? അതാണ് 10ാം ക്ലാസ്സിൽ തോറ്റതിന്റെ ഗുണം. സ്കൂളിൽ ആരെങ്കിലും ജയിച്ചായിരുന്നു ആ വർഷം? ജയിച്ചിരുന്നു, കുറച്ച് പഠിച്ച പിള്ളേരൊക്കെ ജയിച്ചു. ഓക്കെ, റെഡി. ഓക്കെ, റെഡി. രണ്ടാമത്തെ ചോദ്യം, 20,000 രൂപയുടെ ചോദ്യം, 20,000. കിട്ടാൻ വിഷമം, കളയാൻ എളുപ്പം, എന്താണ് സാധനം? കിട്ടാൻ വിഷമം, കളയാൻ എളുപ്പം, നമ്മുടെ നല്ല പേര്. ഈ അത് കുറച്ചുകൂടെ സൽപ്പേര്. ഉത്തരം ശരിയാണ്. എന്തായാലും പറഞ്ഞു സൽപ്പേര് രാമൻകുട്ടി. റെഡി. 30,000 രൂപയുടെ ചോദ്യം. ഇപ്പൊ 20,000 കിട്ടി, ഇനി 30,000. പൈസ കിട്ടിയാൽ എങ്ങനെയാ ഒരവസ്ഥ? കൊണ്ടുപോ സാറേ. എത്രയാണെങ്കിലും കൊണ്ടുപോകാലോ. ഇതേ കൊണ്ടുവന്നിട്ടുണ്ടോ? സഞ്ചിയൊക്കെ പഴയ കായസഞ്ചി കൊണ്ടുവന്നിട്ടുണ്ടോ? 1 കോടി എങ്ങനെ സാറേ തരുന്നത്? 1 കോടി ക്യാഷ് ആയിട്ട് വേണോ ചെക്കായിട്ട് വേണോ? ചെക്ക് മതി. ചെക്ക് മതി അല്ലേ? ക്യാഷ് ആയിട്ട് കൊണ്ടുപോയിക്കൂടെ? അപ്പൊ അതുകൊണ്ട് ചെക്കായിട്ട് തരാം. ഡോണ്ട് വറി, ചെക്കായിട്ട് തരും. ബി കെയർഫുൾ. ഇനി അടുത്ത ചോദ്യം, 30,000 രൂപയുടെ ചോദ്യം, 30,000. രശ്മി, സുധീറും അങ്ങോട്ട് LED നോക്കിക്കോളൂ. പറയട്ടെ സാറേ. റെഡി? അല്ല പറയാ, ഞാൻ ചോദ്യം ചോദിച്ചില്ലല്ലോ. ചോദിക്കുന്നതിന് മുമ്പേ പറയാം. ചിത്രങ്ങളിൽ നിന്നും കണ്ടെത്താനാവുന്ന മലയാള സിനിമ പാട്ട് ഗാനം ഏതാണ്? ഞാൻ പറയട്ടെ. രാജഹംസമേ മഴവിൽ കുടിലിൽ. എനിക്കിതൊരു പുതിയ അറിവാ, ഈ പാട്ട് ഇങ്ങനെയും പാടാന്നുള്ളത്. അത് ഞാൻ തുടങ്ങിയോണ്ടാ. ചിത്രങ്ങാണ് ഇത് കണ്ടാല്. ചേച്ചി ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ചേച്ചിക്ക് ഇതൊക്കെ എങ്ങനെ താങ്ങും? ഇങ്ങനെ ഓരോ ദിവസം എത്ര പാട്ടാ TV ഇങ്ങനെ കേൾക്കുന്നല്ലേ? അതെ അതെ. ഓക്കെ, ചേച്ചി ദീർഘായുസായിരിക്കട്ടെ അല്ലേ? പിന്നെ നമുക്ക് അതേ പറയാൻ പറ്റൂ. കാര്യം ഇതുപോലൊക്കെ എത്ര കേട്ടാലാണ് ആ ഒരു. ഓക്കെ, അപ്പൊ നമ്മള് 30,000 രൂപ കിട്ടി. അപ്പോ അടുത്ത ചോദ്യം, 40,000. മ്യൂസിക്. ജ്വല്ലറിയിൽ ജോലി കിട്ടിയിട്ടും പോകാതെ വിഷമിച്ചിരുന്ന സുധീറിനോട് രശ്മി ചോദിച്ചു, ജോലി കിട്ടിയിട്ട് നീ എന്താ പോകാത്തെ? സുധീർ പറഞ്ഞ മറുപടി കേട്ട് രശ്മി ചിരിച്ചുപോയി. എന്തായിരുന്നു സുധീറിന്റെ മറുപടി? നമുക്ക് ഒരാളെ ഒരു ഹെൽപ്പ് ലൈനിൽ വിളിച്ചാലോ?
എടുക്കാം സാർ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡോക്ടറെ തന്നെ വിളിച്ചാലോ? ഡോക്ടർ രസലയ്യ കുമാർ. ആ. ഡോക്ടർ രസലയ്യ കുമാർ, പ്ലീസ് കം. ഹായ് രസലയ്യ കുമാർ. നമസ്കാരം. ജീവിതം സുഖമായിട്ട് പോകുന്നുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ട്. നമസ്കാരം ചേച്ചി. നമസ്കാരം ചേട്ടാ. നമസ്കാരം. പറഞ്ഞു തരുമോ സാറേ? എത്ര ജുവലറിയുടെ പരസ്യങ്ങളിലെല്ലാം പറയുന്ന ഒരു പരസ്യവാചകമുണ്ട്. എന്താണ്? ഒരു പണത്തൂക്കം മുന്നിൽ ഒരു പണത്തൂക്കം മുന്നിലെങ്കിൽ അതിന്റെ കൂടെ വേറൊരു പരസ്യവാചകം കൂടെ കാണും. എന്താണ്? 22 ക്യാരറ്റ്. അതല്ലാതെ വേറൊന്നും കൂടെ കാണും. എന്താണ്? 916 ഗോൾഡ്. എന്റെ പൊന്നെ, ഇത് എന്നെ കൊണ്ട് ഒരു കാര്യം ചെയ്യ്. നമ്മൾ സാധാരണ ഒരു ജുവലറിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ലാഭം നോക്കിയാണ് സ്വർണം മേടിക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് കുറഞ്ഞു കിട്ടിയാലാണ് നമ്മൾ സ്വർണം മേടിക്കാൻ ആ ജുവലറിയിൽ കയറുന്നത്? പണിക്കൂലി. യെസ്. ആ ജ്വല്ലറി പണിക്കൂലി കുറവാണ്. ചേച്ചി, കുട്ടൻ ചേട്ടന്റെ ഫോട്ടോ ഉണ്ടോ? ഇല്ല. കല്യാണത്തിനെടുത്ത ഫോട്ടോ എങ്കിലും ഉണ്ടോ? ഇല്ല. മനസ്സ് നിറഞ്ഞ്. പിന്നെ എനിക്ക് ചേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. ആ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? ഏതാണ്? തൊണ്ട പൊട്ടിയുള്ള നിലവിളി പോ. സാർ, എന്റെ ഒരു റിക്വസ്റ്റ് ആഗ്രഹം. മൈക്ക് തന്നെ പാടാം. മൈക്ക് പാടണം സാർ. കൊടുക്കണം സാർ. അത് ഞാൻ എഴുതിയ ആദ്യത്തെ പാരഡി പാട്ടുമാണ്. അതെ അതെ സാർ, അതെ. ആദ്യമായിട്ട് എഴുതിയ പാട്ടാ. ഒന്ന് കേൾക്കണം. ഒരു ചങ്ക് പൊട്ടിയുള്ള നിലവിളി പോൽ സരസൻ സരിഗമ പാടി വടക്കേല വീട്ടിൽ വലിവായി കിടക്കും വല്യപ്പനെഴുന്നേറ്റോടി. ഒരു ചങ്ക് പൊട്ടിയുള്ള നിലവിളി പോൽ വിളിക്കാത്ത കല്യാണ വീട്ടിൽ ചെന്നു സരസൻ ട്രാക്കിട്ടു പാടി. വിളിക്കാത്ത കല്യാണ വീട്ടിൽ ചെന്നു സരസൻ ട്രാക്കിട്ടു പാടി. കലവറ കാക്കും വറപൊരിക്കാരൻ മുരളി അലറി വിളിച്ചു. സരസാ മകനെ സംഗതി പോരാ ടെമ്പോ പോ. ഞാൻ താങ്ക് യു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പൊ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. ഇപ്പൊ 40,000 രൂപ കിട്ടി. ഇനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. മ്യൂസിക്. ഏത് ജോലിയും താഴെ നിന്നും മുകളിലേക്കാണ് ചെയ്യുന്നത്. ഒരു ജോലി മാത്രം മുകളിൽ നിന്ന് താഴേക്ക് ചെയ്യും. ഏതാണ് ആ ജോലി? ആ ആ ആ അതെ അതെ. സാറേ, കിണർ ഒഴിക്കലല്ലേ? താഴേക്കല്ലേ പോണത്, മുകളിൽ നിന്ന്? ഉത്തരം ശരിയാ. അപ്പൊ 1,00,000 രൂപ കിട്ടി. ഇനി 60,000 രൂപയുടെ ചോദ്യം. മ്യൂസിക് പ്ലീസ്. എൽഇഡിയിലേക്ക് നോക്കിക്കോളൂ. കരിങ്കല്ലും താക്കോലും. ചിത്രങ്ങളിൽ നിന്നും കണ്ടെത്താനാവുന്ന മലയാള സിനിമ ഏതാണ്? ഒന്നുകൂടെ കാണണോ? കല്ലും താക്കോൽ. കിട്ടി. കിട്ടിയോ? കൽക്കി. ഓക്കെ ഓക്കെ. അപ്പോ ഇപ്പൊ എത്രയായി? പൈസ എത്രയായി? 60,000. 60,000 ആയി അല്ലേ? ഓക്കെ, ഒന്നും തെറ്റിയിട്ടില്ല. അപ്പൊ അടുത്ത ചോദ്യം 70,000. 70,000. മ്യൂസിക്. ജോലി സമയത്ത് ഒരിക്കലും ഉറങ്ങാൻ പാടില്ലാത്ത കേരള സർക്കാർ ജീവനക്കാർ ആരാണ്? ഡ്രൈവർമാര്. സർക്കാർ ആയതുകൊണ്ട് KSRTC ഡ്രൈവർമാർ. പ്രൈവറ്റ് ബസ് അല്ല. പക്ഷെ ഏത് ഡ്രൈവറും ഉറങ്ങാൻ പാടില്ല അല്ലേ? ഓക്കെ. അപ്പോ ഇപ്പൊ എത്രയായി? 70,000 കിട്ടി കഴിഞ്ഞു. ഇനി 80,000. പെട്ടെന്ന് അങ്ങ് 1 കോടി ഒരു കോടി അങ്ങ് ആയാ മതിയായിരുന്നല്ലേ? അങ്ങ് അള്ള. ഓക്കെ. ഒരു ഓഡിയോ കേൾപ്പിച്ചിരുന്നത്. ഓക്കെ, പ്ലേ. ഈ BGM കേട്ടല്ലോ. ഏത് മലയാള സിനിമാ ഗാനത്തിന്റെ തുടക്കമാണിത്? ദീപസ്തംഭം മഹാശ്ചര്യം. ആ, പാട്ടേതാ? നിന്റെ കണ്ണിൽ വിരുന്ന് വന്നു. ഉത്തരം ശരിയാണ്. ഈ പാട്ടിന് വേറെ പ്രത്യേകതയും കൂടി ഞാൻ കണ്ടുപിടിച്ചു. കാരണം ഇതിന്റെ ഈ ഒരു ആദ്യത്തെ വരികൾ വെച്ചിട്ട് മാത്രം 2 വരി വെച്ചിട്ട് നമുക്ക് ഇതിന്റെ പല്ലവി അനുപല്ലവിയും തീർക്കാം. അങ്ങനെ തീർക്കാം. അതൊരു നല്ല കണ്ടുപിടുത്തം. പല പാട്ടും ഇങ്ങനെ ചെയ്യാമല്ലോ അല്ലേ? ചെയ്യാൻ തോന്നുന്നു. റെഡി. അങ്ങനെയാണെങ്കിൽ മൈക്കിൽ തന്നെ പാടിക്കോളൂ. നല്ല ആൾക്കാർക്ക്. ഓക്കെ. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീജികൾ. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീജികൾ. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു
നീലസാഗര വീജികൾ നിന്റെ കണ്ണിൽ വിരുന്നു വന്നു. 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 നീലസാഗര വീജികൾ. വളരെ എളുപ്പമല്ലേ, ഒറ്റ ലൈൻ കൊണ്ട് അല്ലേ? ഓക്കെ, സൂപ്പറായി. ഇനി നിങ്ങൾക്ക് സന്തോഷം വരാൻ സാധ്യതയുണ്ട്. ഇതൊന്നും പറയണ്ട. 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ് വരാൻ പോകുന്നത്. 1,100,000. ഓക്കെ, മ്യൂസിക്. പേര് കേട്ടാൽ തോന്നും 4-ൽ 1 ഉള്ളൂ എന്ന്, പക്ഷെ കാണുമ്പോൾ 2 എണ്ണം ഉണ്ട്. എന്താണത് സംഭവം? 1 ലക്ഷം രൂപയാണ്. കുറച്ച് കുസൃതിയുണ്ട്, എന്നാൽ കാര്യമുണ്ട് അതിന്. ഇനി 2 സഹായപത്തിയോടുണ്ട്. ഇനി പൈസ പോക്കരുത്. സഹായം ചോദിക്കാം. നമുക്ക് പി സി രാജുവിനെ വിളിച്ചാലോ? വിളിക്കാം. പ്ലീസ് കണക്ട് മീ ടു പി സി രാജു. ടെലിഫോണിലാ. പി സി രാജു, നമസ്കാരം. നമസ്കാരം സാർ. എന്തൊക്കെയാ വിശേഷങ്ങള്? നല്ല വിശേഷം സാർ. അപ്പൊ നമുക്കേ ഇപ്പൊ ഒന്ന് വഴിമുട്ടി നിക്കുക. സാർ ആരാണ് സാർ ഗസ്റ്റ്? അയ്യോ, നമ്മുടെ രശ്മി എന്ന് പറഞ്ഞ പാർട്ടി. രശ്മി നമസ്കാരം. വേണമെങ്കിൽ അള്ള കേട്ട് ഇപ്പൊ മനസ്സിലാവാണല്ലേ, ഒന്ന് പറഞ്ഞോളൂ. മനസ്സിലായി. നമസ്കാരം. 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 ചോദ്യം ഇതാണ്, പേര് കേട്ടാൽ തോന്നും 4-ൽ 1 ഉള്ളൂ വന്ന്, പക്ഷെ കാണുമ്പോൾ 2 എണ്ണം ഉണ്ട്. എന്താ സംഭവം? അയ്യോ, ഇത് നമ്മുടെ ശരീരഭാഗമാണ് സുധീരേട്ടൻ. നമ്മൾ ആലോചിച്ചാൽ ഉത്തരം കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. കാൽപാദം. കാൽപാദം, അതാണ് ഉത്തരം. ശരിയായ ഉത്തരം. അപ്പൊ 1 ലക്ഷമായി. ഇനി 2 ലക്ഷം രൂപയുടെ ചോദ്യം. 2 lakhs. ഓക്കെ, റെഡി. ഇനി ഒരു ഹെൽപ്പ് ലൈൻ കൂടിയേ ഉള്ളൂ. ആണോ? മ്യൂസിക്. 2015 പുറത്തിറങ്ങിയ ദ മാൻ ഹു ന്യൂ ഇൻഫിനിറ്റി എന്ന ചിത്രം ഏത് ഇന്ത്യക്കാരനെ കുറിച്ചുള്ളതാണ്? ഇതറിയായിരുന്നു നമ്മൾ മിമിക്രി പഠിക്കാൻ പോയിരുന്നു അല്ലേ? എന്നല്ലേ ഇപ്പൊ ആലോചിച്ചത് അല്ലേ? ഓക്കെ, എന്നെ കൊണ്ട് ഒട്ടും പറ്റാത്ത. കുട്ടേട്ടനെ വിളിച്ചാലോ? കുട്ടേട്ടാ. യെസ് ബോസ്. സുധീർ പറവൂർ, രശ്മി, നമസ്കാരം. ഈ ചോദ്യത്തിന് ഉത്തരത്തിന് ഞാൻ 1-2 ക്ലൂ പറയാം. ഇദ്ദേഹം ഒരു ഗണിത ശാസ്ത്രജ്ഞൻ ആണ്. 33 വയസ്സുവരെ മാത്രമാണ് ഇദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. മലയാളത്തിലെ ഒരു പ്രമുഖനായ നടന്റെ പേര് കൂടി ചേർത്താൽ ഇദ്ദേഹത്തിന്റെ പേരാകും. ആ സംവിധായകന്റെ 2 മക്കളും ഇന്ന് മലയാള സിനിമയിലെ താരങ്ങളാണ്. ശ്രീനിവാസ രാമാനുജൻ. വളരെ കറക്റ്റ് ആണ്. അപ്പൊ എന്തായാലും 2 ലക്ഷം രൂപ കിട്ടി. ഇനി നമ്മൾ 3 ലക്ഷത്തിലേക്ക് അടക്കുകയാണ്. ഇനി തന്നെ യാത്ര, തനിച്ചുള്ള യാത്ര. ഓക്കെ, 3 ലക്ഷത്തിലേക്ക്. മ്യൂസിക്. മദൻ മോഹൻ മാളവ്യ സ്ഥാപിച്ച പ്രശസ്തമായ സർവകലാശാല ഏതാണ്? ബഡായി കേണലിന് അറിയായിരിക്കും. മറ്റേ ജവഹർലാൽ നെഹ്റുവിന്റെ ഫ്രണ്ട് അല്ലായിരുന്നു? 3 ലക്ഷം രൂപയുടെ ചോദ്യം. ഇതൊക്കെ ആദ്യം ചോദിച്ചിട്ട് മറ്റേതൊക്കെ ലാസ്റ്റ് അവസാനം ചോദിച്ചായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നല്ലേ? ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഔട്ടായനെ. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ 3 ലക്ഷത്തിന് മറുപടി പറഞ്ഞാൽ നമ്മൾ 5 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് പോകും. അതേസമയം നമുക്ക് ഉത്തരം തെറ്റിയാലോ നമുക്ക് 20,000 രൂപ കൊണ്ട് വീട്ടിൽ പോകേണ്ടി വരും. പിൻവാങ്ങിയാൽ 1 ലക്ഷം രൂപയും. അപ്പൊ എന്താ തീരുമാനിക്കുന്നത്? പറഞ്ഞോളൂ. മത്സരം തുടരുകയാണോ, തെറ്റിച്ച് പറയുകയാണോ? രണ്ടു സർവകലാശാലയൊക്കെ അറിയാം. പക്ഷെ ഏതാ? കേരള സർവകലാശാലയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നളന്താന്ന് കേട്ടിട്ടുണ്ട്. നളന്ത. ഏതോ പാട്ടിനകത്തുണ്ട് അല്ലേ? വലിയൊരു പാട്ടിനകത്തുണ്ടല്ലോ. അപ്പൊ എന്താ, രക്ഷാധിപതിയായിട്ട് തിരിച്ചു പോകുന്നോ അതോ? ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ രണ്ടുപേരും, സുധീർ പറവൂർ ആൻഡ് രശ്മി അനിൽ, രണ്ടുപേരും സംയുക്തമായി ഈ പരിപാടിയിൽ നിന്ന് പിൻവാങ്ങുന്നു. ഇപ്പൊ കയ്യിലിപ്പോ 1 ലക്ഷം രൂപയുണ്ട്. അപ്പൊ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാണ് ഇതിന്റെ ശരിയായ ഉത്തരം.
മദൻ മോഹൻ മാളവ്യ സ്ഥാപിച്ച സർവകലാശാല ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അപ്പൊ സന്തോഷമായി നിങ്ങളെ കാണാൻ പറ്റിയത്. അപ്പൊ താരത്തോളണം ഇനി. ഒരുപാട് സന്തോഷമായി, കാരണം സാറിന്റെ പരിപാടി ഒന്നും കാണുന്നതാണല്ലോ. ഇനി പ്രേക്ഷകർക്കുള്ള സ്വർണ്ണ കോയിൻ വിതരണമാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ സ്വർണ്ണ കോയിൻ നേടിയവരെ ഞാൻ വിളിക്കുന്നു. ആദ്യം പിറവത്ത് നിന്ന് അനുഗ്രഹ ജോയ്. അനുഗ്രഹ ജോയ്, യു ആർ വെൽക്കം. ഇനി വേദിയിലേക്ക് വരുന്നു കണ്ണൂരിൽ നിന്ന് ബിന്ദു ബിജു. ബിന്ദു. കൂടരഞ്ഞിൽ നിന്ന് അജിനാസ് വരുന്നു. അജിനാസ്, വെൽക്കം. കോഴിക്കോട് നിന്ന് അജ്മൽ വരുന്നു. അജ്മൽ, വെൽക്കം. അപ്പോൾ താങ്ക് യു സുധീർ ആൻഡ് താങ്ക് യു രശ്മി. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റും നമ്മുടെ ചെക്കും ഒക്കെ വാങ്ങിച്ച് രണ്ടുപേരും പിടിച്ചു. ആ തോറ്റ സർട്ടിഫിക്കറ്റ് വീട്ടിലില്ലേ, അതിൻ്റെ കൂടെ വെക്കണം. ഇത് ജയിച്ച സർട്ടിഫിക്കറ്റ് കേട്ടോ. അപ്പോൾ താങ്ക് യു സുധീർ, താങ്ക് യു രശ്മി. ഒരുപാട് സന്തോഷം. ഓക്കെ, സാറിന് അടുത്ത് വന്ന് ഇങ്ങനെ കുറച്ചു നേരം നിൽക്കാൻ പറ്റിയ വലിയൊരു ഭാഗ്യം. എന്റെ ഭാഗ്യമല്ലേ ഇത്. നിങ്ങളുടെ പാട്ടൊക്കെ സൂപ്പറാ. നിങ്ങൾ മ്യൂസിക് പഠിച്ച ആളാണെന്നേ തോന്നുന്നു. അതുപോലെ നേരത്തെ കേട്ടായിരുന്നു. ഞാൻ നോക്കട്ടെ. ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയിട്ട്. ഓക്കെ, എന്നെ പഠിപ്പിച്ചു അല്ലേ. ഓക്കെ, താങ്ക് യു. നീ ഒരിക്കലും മറക്കില്ല. ഓക്കെ, ഇതുവഴി എന്തായാലും നിങ്ങൾ കുറച്ചധികം ചിരിച്ചു കാണുമെന്ന് എനിക്കറിയാം. സുധീർ പറവൂരും രശ്മി അനിലും നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സന്തോഷം. മറ്റു 2 മത്സരാർത്ഥികളുമായി അടുത്ത ദിവസം കാണാം രാത്രി 9:30. ഗുഡ് ബൈ.